Hello. Sir, the circus you own caught fire. We don't know what to do. You have to help us now. Do you have a passport? Yes, we have passports. How many of you are there? We are about 12 people, sir. Then rush to the airport immediately. How about the immigration? I will take care of that. Don't worry. We should have safe exit from India. You don't go as a group. Go separately. Yes, sir. Hello. Immigration officer. Parayyu, sir. I have a few foreigners traveling out of India. Please take care of them. Let them have safe journey and safe immigration. Don't disturb them, please. Yes, sir. ശത്രു രാജ്യത്തിന്റെ അതിർത്തിക്ക് അപ്പുറത്ത് നിൽക്കുന്നുവെന്ന് അറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ തോക്കേന്തി നിൽക്കുന്നത്. അല്ല, നമുക്കുള്ളിൽ, നമ്മുടെ ചുറ്റും, നമ്മുടെ കൂടെ തന്നെയുണ്ട്. 2 നില കെട്ടിടം പണിയേണ്ടടുത്ത് 11 നില കെട്ടിടം പണിയുന്നവൻ ശത്രു. അതിന് കൈക്കൂലി വാങ്ങി അനുമതി കൊടുത്തവൻ ശത്രു. അത് ഇടിഞ്ഞു വീണ് ഒരുപാട് ജീവൻ നഷ്ടപ്പെട്ടിട്ടും അതിന്റെ പേരിൽ നടപടിയെടുക്കാതെ മൗനം പാലിച്ചവനും ശത്രു. അതിനെതിരെ പ്രതികരിക്കാത്തവൻ ശത്രു. അതുമാത്രമല്ല, അത് കണ്ടില്ലെന്ന് നടിച്ച് സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും ശത്രുക്കളാണ്. ഒന്നും രണ്ടുമല്ല, എന്തുമാത്രം അന്യായങ്ങളാണ് ഇവിടെ നടക്കുന്നത്. എത്രയെത്ര ശത്രുക്കളാണ് നമുക്ക് ചുറ്റും. പറഞ്ഞു മനസ്സിലാക്കാനാവില്ല. എന്നെങ്കിലും അത് മനസ്സിലായ അങ്ങുന്നേ, എന്താ ഇത് തോളില് ഇത്രയും വലിയ തഴമ്പ്? പാവം പിഞ്ചു കുട്ടികള് ദേഹവാസകലം പൊള്ളലേറ്റ് കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോയി. അമ്മമാരുടെ നിലവിളി, പിഞ്ചു കുഞ്ഞുങ്ങളുടെ അലർച്ചകള് ഇപ്പോഴും എന്റെ കാതിൽ കേൾക്കുന്നുണ്ട്. മുതുകത്ത് മാത്രമല്ല, നെഞ്ചിനകത്തും ഇനിയും മാറാത്തൊരു പൊള്ളലുണ്ട്. അമ്മേ, അമ്മേ, സ്കൂളിൽ ഇന്ന് എക്സാം ആണ്. ഇന്ന് മോൾക്ക് എക്സാമാ? അതെ അങ്കിൾ. എന്ത് എക്സാമാ? സയൻസ്. നിനക്ക് സയൻസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഇഷ്ടമാണോ? ഇല്ല അങ്കിൾ. പിന്നെ ഏത് വിഷയമാണ് ഇഷ്ടം? സോഷ്യൽ ജോഗ്രഫി ഒരുപാട് ഇഷ്ടമാണ്. എല്ലാ കുട്ടികളും സയൻസും മാത്സും പഠിക്കാൻ ആഗ്രഹിക്കാറ്. പക്ഷെ നിനക്കോ സോഷ്യലാണ് ഇഷ്ടം. അത് കേട്ടപ്പോ എനിക്ക് വളരെ സന്തോഷമായി. സോഷ്യൽ പഠിച്ച് നീ വലിയൊരു രാഷ്ട്രീയക്കാരി ആവണം കേട്ടോ. ഞാൻ നിന്റെ കൂടെ ഉണ്ട്. മോള് നന്നായിട്ട് പഠിക്കണം. അങ്ങുന്നേ, കോഫി കഴിക്കാൻ എന്താ ഉണ്ടാക്കണ്ടേ? എന്താ സെൽവി, നീ എന്തായി പറയുന്നത്? അവൾക്ക് പരീക്ഷയല്ലേ, കൂട്ടിക്കൊണ്ടു. പക്ഷെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? പറഞ്ഞു കേട്ടില്ലേ, വിളിച്ചോണ്ട് പോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വാ പോകാം.
എടാ എണിക്കടാ, കുപ്പലാറി വന്ന് നമ്മളെ എടുത്തോണ്ട് കൂടാ. ഇല്ലെങ്കിൽ വാ എനിക്ക്. എടാ പെട്ടെന്ന് എനിക്ക്, നമുക്ക് പോവാം. വാ. നീ ഇപ്പൊ എന്താ പറഞ്ഞത്? ചേട്ടാന്ന് പറഞ്ഞതാ. അതല്ലേ ഞാൻ ചോദിച്ചേ. വാ ചേട്ടാ, നമുക്ക് പോയി നമ്മുടെ ജോലി നോക്കാം. ചേട്ടാ മുട്ടിട്ട് വയ്യ, ഒന്ന് വേഗം വരുമോ? അതെ, ഒന്ന് നിക്കടാ അവിടെ. ചേട്ടാ, ഇപ്പൊ ഒന്ന് വരാ ഞാൻ. വേഗം ചേട്ടാ ഒന്ന് വേഗം വാന്നേ. വരണടാ. പെട്ടെന്ന് വാ. അതെ, നീ ഒരു മനുഷ്യനാണോ? സമാധാനായിട്ടൊന്ന് കക്കൂസി പോകാനും സമ്മതിക്കില്ലോ ഇങ്ങനെ താൽക്കാലം. ഇവൻ എന്തൊക്കെയാ ചെയ്യുന്നേ? എക്സ്ക്യൂസ് മീ, വാട്ടർ പ്ലീസ്. ആ ഇതെന്താ കോമ്പറ്റീഷൻ ആണോ? സാറേ, എന്തെങ്കിലും തരണം സാറേ. സാറേ 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 നന്നായി വരട്ടെ സാറേ. നിനക്ക് വേണ്ടി നല്ലൊരു ജീവിതം കാത്തിരിക്കുന്നു. മാറാൻ നീ തയ്യാറാണോ? സാറേ 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 സാറ് ജോലി തരികയാണെങ്കിൽ അത് ചെയ്യാൻ ഞാൻ തയ്യാറാ സാറേ. വാ. വളരെ നന്ദി സാറേ. നിന്റെതവിടെ എന്താ അത്? അത്രേ ഉള്ളൂ ചേട്ടാ. അത്രേ ഉള്ളൂ. നീ ആരെന്നറിയാം. വെടിക്കടാ. എടാ പെട്ടെന്ന് കൊടുക്കാൻ പറഞ്ഞില്ലേ? കണ്ടില്ലേ ഇപ്പൊ എവിടെ വന്നേ? നാളെ സ്റ്റീഫൻ പാർക്കിലേക്ക് വന്നേക്ക്. എടാ നീ ഇവിടെ തന്നെ ഇരുന്നോ? സാറേ 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 നമുക്ക് സ്റ്റീഫൻ പാർക്കിലേക്ക് പോവാം. എന്തായി? ആ ശരി ചേട്ടാ. ഇപ്പോഴല്ലേ പറഞ്ഞത് സ്റ്റീഫൻ പാർക്കെന്ന്? ശരി
സാറേ വല്ലതും തരണേ സാറേ. ചേട്ടാ നീയൊക്കെ എന്തിനാണ് ആ പാർക്കിലോട്ട് വരുന്നേ? ഛേ, ഒരാളും ഒരു പിച്ച പോലും ഇടുന്നില്ല. എടാ തടിയാ, ഇന്ന് നല്ല കളക്ഷൻ ആണെന്ന് തോന്നുന്നു. വൈറ്റ് ഹൗസ് ഞാൻ മേടിച്ചാലോന്ന് ആലോചിക്കുക. കൊള്ളാലോ. അല്ല, കണ്ടവന്മാരൊക്കെ എന്തൊക്കെയോ മേടിക്കുന്നുണ്ട്. എന്നെ കൊണ്ട് ഈ സാധനം പോലും മേടിക്കാൻ പറ്റത്തില്ലേ? അതെ അതെ, നീ പറഞ്ഞത് ശരിയാ. ചെണ്ടമേളം അടിപൊളിയാക്കിയിട്ടുണ്ടല്ലോ. അത് ശരിയാ. തടിയാ, ഇപ്പൊക്കെ ഡീസൽ വില കൂടുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇതിന്റെ വയറങ്ങോട്ട് വീർത്ത് വരുന്നുണ്ടല്ലോ. 3 വീട്ടിലത്തെ ഭക്ഷണം, ഓ എന്ത് രസമെന്നറിയാവോ. ആ നന്നായി വരും, നന്നായി വരും. സാറേ, സാറേ. എടാ തബ്ബ, അപ്പൊ ഞങ്ങൾക്കോ? അതിനൊക്കെ ഭാഗ്യം വേണടാ. അങ്ങനെ പറ. ഏതെങ്കിലും ഒരു ജോത്സ്യക്കാരൻ പറഞ്ഞിട്ടുണ്ടാവും, വയറും വീർപ്പിച്ചുകൊണ്ട് എവനെങ്കിലും ഒരുത്തി ഇരിക്കുന്നുണ്ടാവും, അവന് ചെന്നിട്ട് നിന്റെ പ്രശ്നങ്ങളെല്ലാം തീരുമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ഇട്ടേച്ച് പോയിരിക്കുക. എടാ, ഇവനൊക്കെ മണിയടിച്ചു കൊടുത്തിട്ട് എന്ത് കിട്ടാനാടാ? ആർക്കറിയാടാ, നാട്ടിൽ നടക്കുന്നതൊക്കെ കാണുമ്പോഴേ ചിലപ്പോ നാളെ ഇവൻ പോലും CM ആയേക്കും. CM ഓ? അത് കൊള്ളാം. ഓ ഫോട്ടോഗ്രാഫർ അവിടെ. ആ ചേട്ടാ, ഇവനാ. ഹലോ, ഇവന്റെ ക്യാമറ കാണുന്നല്ലോ. ഇതാണ് സാറേ. ഇവനെന്താ മൊബൈലും കൂടെ വന്നിരിക്കുന്നേ? സാറേ, ഇത് iPhone 7 ആണ്. വലിയ വലിയ സിനിമകൾ പോലും ഇതിലാണ് എടുക്കുന്നത്. എന്തിരൻ പോലും ഇതിലാണ് എടുത്തത്. അയ്യോ, എല്ലാം ടെക്നോളജി ആണെന്നേ. സാറേ, ആ കൈ അങ്ങോട്ട് പൊക്കിക്കേ, അമ്മകളിലോട്ട്. എന്നിട്ട് ഈ കൈ അങ്ങോട്ട് എടുത്ത് കാതിലോട്ട് വെച്ചേ. ആ അങ്ങനെ ഒന്ന് ചിരിച്ച് അങ്ങോട്ട്. വേണ്ട, ചിരിക്കണം. റെഡി? ആ ഓക്കെ സാർ. ആ ഇനി അടുത്ത പോസ് കൊടുത്തോളൂ. ആ സ്മൈൽ. ആ ഓക്കെ. ആ അടുത്തത് സാർ. ഓ അങ്ങനെ. ആ അത് തന്നെ സാർ. ആ സ്മൈൽ കൊടുത്തു. ആ 2 വിരൽ. ആ 2 വിരൽ ഇങ്ങോട്ട്. ആ 2 വിരൽ അങ്ങോട്ട്. ആ ഹലോ ഓർമ്മ. അല്ല ഹായ് ഓർമ്മ. ആ അടുത്തത് സാർ. ആ നല്ല രസമുണ്ട്. അടുത്ത വേറെ എന്തെങ്കിലും ഉണ്ടോ? ആ ഓക്കെ, സൂപ്പർ സാർ. ആ സൂപ്പറിന് സിമ്പിൾ. ആ ഓക്കെ സാർ. ആ സാറേ, കൈ അങ്ങനെ വെച്ചോളൂ. നമുക്കൊരു പുലി അവിടെ വെച്ചേക്കാം. ആ ഓക്കെ സാർ. ഏയ്, പുലിയൊന്നും വേണ്ട, സിംഹം മതി. ഓ കുറച്ചങ്ങോട്ട് മാറ്റി നിർത്തിയാൽ മതി. ഓ ശരി സാർ. സാറേ, ഞാൻ നാളെ തന്നെ കൊടുത്തേക്കാവേ. ആ മുത്തു, എന്താ എന്നാ നീയാണ് കാശ് കൃത്യമായിട്ട് തരുന്നത്. നിനക്ക് എന്നെ ഇഷ്ടായിന്നേ. അത് എന്തേ? ഞാൻ കുറച്ച് കാശ് ചോദിച്ചിരുന്നല്ലോ. ഭാര്യയും കുട്ടികളെയൊക്കെ കണ്ടിട്ട് ഒരുപാട് വർഷമായി. കാശ് തന്നിരുന്നെങ്കിൽ ഞാൻ പോയി കണ്ടിട്ട് വന്നേനെ. ആ കാണാം പറഞ്ഞിട്ടുണ്ട്. കിട്ടുമ്പോ തരാം. എന്നാ പോട്ടെ, നാളെ സ്റ്റീഫൻ പാർക്കിലേക്ക് വന്നേക്ക്, മറക്കരുത്. ആയിക്കോട്ടെ. ശൈലൻ, ലക്ഷ്മി, ഇങ്ങോട്ട് വരൂ. സാറേ നമസ്കാരം. സാർ നമസ്കാരം. നമസ്കാരം സർ. സുന്ദരനല്ലേ? സുഖമായിട്ടിരിക്കുന്നു സാർ. നമ്മുടെ സ്റ്റാഫുകൾ ജോലിയൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അതെ സാർ, ഒരു പ്രശ്നമില്ല. എല്ലാം കൃത്യമായിട്ട് തന്നെ ഈ പോയിക്കൊണ്ടിരിക്കുന്നു. ആഴ്ചത്തെ ടാർഗറ്റ് എത്രയാണ് ശൈലൻ? ഒരു 10 കൺവേർഷൻ ചെയ്യുന്നതിന് ഒരു പ്ലാൻ വെച്ചിട്ടുണ്ട് സാറേ. സർ, മെട്രോ റെയിൽ കോർപ്പറേഷനിൽ നിന്നും ടെൻഡർ വന്നിട്ടുണ്ട്. അടുത്ത ആഴ്ച ടെൻഡർ ഓപ്പൺ ചെയ്യും. നിങ്ങൾ ഇവിടെ ഉണ്ടാകില്ല സർ? ഉണ്ടാവും, ഞാനിവിടെ കാണും. ഇത് പ്രധാനപ്പെട്ട ടെൻഡറാണ് സാറേ. സാർ തീർച്ചയായിട്ടും വേണം. ഇത് വലിയ ടെൻഡറാ. എന്തായാലും നോക്കാം. ഇത് നമുക്ക് കിട്ടിയ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല എഗ്രിമെന്റ് തരാം. സർ, എന്റെ മനസ്സ് പറയുന്നു ആ ടെൻഡർ നമുക്ക് തീർച്ചയായും കിട്ടും. നിന്റെ പേര് ലക്ഷ്മി എന്നല്ലേ? അതെ സർ. ലക്ഷ്മി പറഞ്ഞാൽ എല്ലാം ഐശ്വര്യമായിട്ട് നടക്കും. ശൈലൻ സാർ, ഇത്തവണത്തെ ടാർഗറ്റിൽ എത്തണം കേട്ടോ. ഡെഫിനറ്റ്ലി വി വിൽ ഡു ഇറ്റ്. ശരി ചെല്ലു, ജോലി നടക്കട്ടെ. താങ്ക് യു നമ്മുടെ സർ. സതീഷിനോട് വണ്ടി ഒന്ന് റെഡിയാക്കാൻ പറ. ശരി സാർ, പറയാം സാർ.
അമ്പലത്തിൽ വരുന്നില്ല. പ്രോഗ്രാം ചേഞ്ച് ആയി. സ്റ്റീഫൻ പാർക്കിലേക്ക് സാറ് വരുന്നത്. ഓക്കെ. പ്രിയേ, ഇന്ന് നീ ഫ്രീ ആണോ? അയ്യോ, ഏയ് വാ, വരൂ, വാ പോകാം. ലെറ്റ്സ് സീ ദ ന്യൂ മാൻ ഓഫ് ദ വേൾഡ് ടുഡേ. ഞാനൊന്നും വരുന്നില്ല, നീ പോയിക്കോ. ഇപ്പൊ നീ വരുന്നുണ്ടോ ഇല്ലേ? നമ്മുടെ കേരളത്തിലെ വെയിൽ കാരണേ എന്റെ പേഴ്സണാലിറ്റി പോയി പോകും. അത് മാത്രല്ല, അടുത്ത മാസം പ്രിയയോടൊപ്പേ എനിക്ക് ഡേറ്റിംഗ് ആണ്. ഓ ശരി, നീ എന്തെങ്കിലും ചെയ്യ്. ക്ലയൻസ് വന്നാല് കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യണേ. ക്ലൈന്റിന്റെ കാര്യം പെടുന്നേ, നീ കണ്ടന്റ് മാത്രം എന്താ, നമുക്ക് പൊളിച്ചേക്കാം. നോക്കി നോക്കി പോണേ. എന്താ ചെയ്യാൻ പോണെന്നറിയില്ല. പ്രിയേ, ഇന്ന് നീ വരുവോ? സാറേ 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 നീ നന്നായി വരണം. സാറേ സതീശ, സാറേ സാറേ, സാറേ 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 തരണേ. എല്ലാരും കഴിച്ചോ? വല്ലതും കഴിച്ചോന്ന്? ഇല്ല സാറേ. ഇല്ല സാറേ. സതീശ, എന്റെ പേര് രാമദുരൈ. രാംരാജായിരുന്നെങ്കിൽ ഒരു മുണ്ട് ഷഡ്ഡിയും കൂടെ ചോദിച്ചേനല്ലോ. ഛേ, നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ജോലി തന്നാ ചെയ്യാൻ റെഡിയാണോ? ഞങ്ങൾക്ക് ജോലിയോ? എന്ത് ജോലിയാ സാറേ? എന്താ സാറേ, ഞങ്ങളെ വെച്ച് എന്തെങ്കിലും കോമഡി പടം വല്ലതും എടുക്കാൻ പോവുകയാണോ? സാറേ, ഞങ്ങളൊക്കെ ഭിക്ഷ എടുക്കുന്നവരാണ്, ഒരു ജോലിക്ക് സെറ്റ് ആവില്ല. നിങ്ങളെ വേറെ ആള് വല്ലതും പോയി നോക്ക്. നിങ്ങളെല്ലാരും പിച്ചക്കാരൻ പിച്ചാന്നൊക്കെയാണല്ലോ വിളിക്കുന്നത്. അത് നിങ്ങൾക്ക് നാണക്കെടുന്നില്ല? അവഗണനയാണ് നമ്മളെ വിജയിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഒരു 2 ദിവസം കഴിഞ്ഞ് ഞാൻ വരാം. സതീശ, വാ പോവാം. ഹലോ സാർ, സാർ സ്റ്റോപ്പ് ഇറ്റ്. ഹലോ സാർ, സാർ, അയ്യോ സാർ സ്റ്റോപ്പ് ഇറ്റ്. ഹലോ, അയ്യോ. എടാ, എന്താടാ കിടന്ന് കരയുന്നത്? എടാ സത്യം പറയ്, നീ ഇപ്പൊ കരഞ്ഞില്ലേ? എന്തിനാ നീ കരഞ്ഞെന്ന് പറയേ. എന്റെ അനിയനെ എനിക്ക് നഷ്ടപ്പെട്ടു. എന്റെ അമ്മ അച്ഛന് ആക്സിഡന്റിൽ മരിച്ചുപോയി. ഞാൻ എന്റെ അനിയനും ഒരു നേരത്തെ ഭക്ഷണം വേണ്ടി എവിടേക്കോ ചെന്നു. ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് എന്റെ അനിയനെ എനിക്ക് നഷ്ടപ്പെട്ടു. അവൻ എവിടെയാണോ എന്താണെന്ന് ഒരു പിടിയില്ല. പക്ഷെ അവൻ കാണാൻ നമ്മളെ പോലെയൊന്നും അല്ല. അവനെ കാണാൻ നല്ല ഭംഗിയാ.
എടാ കരയല്ലടാ. നിന്റെ കാര്യം ആലോചിക്കുമ്പോ എന്റെ ഭാര്യയും കുട്ടികളെ ഓർമ്മ പറഞ്ഞൂടാ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും സ്വപ്നം കണ്ടിട്ട് പോലും ഇല്ലടാ. കന്യാകുമാരിയിൽ ഞാൻ കുടുംബത്തോടെ സന്തോഷത്തോടെ ജീവിച്ചവനാടാ. ഒരു ദിവസം സുനാമി വന്ന് എന്റെ വീടും എല്ലാം അടിച്ചുകൊണ്ട് പോയടാ. സർക്കാർ ഞങ്ങൾക്ക് സഹായനിധിയായിട്ട് 1 ലക്ഷം രൂപ തന്നു. അതും കൊണ്ട് വിദേശത്തേക്ക് പോകാൻ വിചാരിച്ചിട്ട് ആ 1 ലക്ഷം രൂപയും എന്റെ ഭാര്യയുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ പണയം വെച്ച് ഏജന്റിനെ കൊടുത്തിട്ട് ഇവിടെ ജോലി വാങ്ങിച്ചു തരാന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നിട്ട് എന്നെ പറ്റിച്ച് കളഞ്ഞൂടാ. എന്ത് ചെയ്യണമെന്നറിയാതെ നാണം കെട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റാതെ ആരുടെ അടുത്ത് ജോലി ചോദിച്ചു. ഓരോരുത്തരും റെഫറൻസും ചോദിച്ച് മുൻപരിചയം ഉണ്ടോന്നും ചോദിച്ച് ജോലിയും കിട്ടിയില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു ഭ്രാന്തനെ പോലെ വലഞ്ഞു തിരിഞ്ഞ് വിശപ്പ് സഹിക്കാൻ വയ്യാതെ അത്രയ്ക്ക് വിശപ്പുണ്ടായിരുന്നു എനിക്ക്. വേറൊരു വഴിയില്ലാതെ ഇങ്ങനെ ഭിക്ഷ എടുത്തിട്ട് 1 2 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അതും കൊണ്ട് എൻ്റെ ഭാര്യ മക്കളെ കണ്ടിട്ട് 13 വർഷമായി. അവരിപ്പോ എന്ത് ചെയ്യണമെന്നോ എവിടെ ഉണ്ടെന്നോ ഒരു വിവരമില്ലല്ലോ. അവരിപ്പോ എന്താ ചെയ്യുന്നതെന്ന് ഒന്നും അറിയില്ലല്ലോ. ഞാനിങ്ങനെ തന്നെയാണ് ഇരിക്കാൻ പോകുന്നത്. മാറില്ലേ ദൈവമേ, മാറില്ലേ? നമ്മളെപ്പോഴൊക്കെ എത്ര കഷ്ടപ്പെടണോ. എടാ, ഇന്ന് നമ്മുടെ മുമ്പിൽ വന്നാള് ഒരു ദൈവത്തിനെ പോലെ ചോറ് വിളമ്പി തന്നില്ലേ? അയാള് തീർച്ചയായിട്ടും വരുവടാ. 2 ദിവസം കഴിഞ്ഞിട്ട് വരാന്നാ പറഞ്ഞത്. നമുക്ക് ജോലി വാങ്ങിത്തരാന്ന് പറഞ്ഞില്ലേടാ? തീർച്ചയായിട്ടും നമ്മൾക്കൊരു മാറ്റം ഉണ്ടാവൂടാ. മാറ്റം ഉണ്ടാവും. തീർച്ചയായിട്ടും വരുവടാ. വരില്ലേ? വരും, നോക്കിക്കോ. ചേട്ടാ, വലിയ ടെൻഡറാണ്. ഏകദേശം ഒരു 2000 കോടി ഉണ്ടാവും. നമുക്കിത് കിട്ടുവാണെങ്കിലേ. ആ, ഹലോ, ചീഫ് എഞ്ചിനീയർ ആണോ? ആ ശരി, സാർ സംസാരിക്കും സാർ. എഞ്ചിനീയർ സാർ, എത്രയാണ് ബഡ്ജറ്റ്? അതൊക്കെ എനിക്കറിയാം. ബഡ്ജറ്റ് എത്രയാന്ന് പറ. ശരി, കോവളത്ത് ചെറിയൊരു ബംഗ്ലാവ് ഓക്കെ ആണോ? ശരി, ഞാൻ ഇവൻ്റെ കൊടുക്കാൻ സംസാരിക്കാം. നല്ല ആളാടാ. സാറേ സാറേ, കാശ് വല്ലതും തരാം സാറേ. സാറേ 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 സാറേ, നല്ല വിശപ്പുണ്ട്. നിങ്ങൾ ലോങ് ടൈം നന്നായിരിക്കണം സാറേ. ഇതാണ് ഉച്ചയ്ക്ക് ലഞ്ച്. നീ എന്തായി കാണിച്ചോണ്ടിരിക്കുന്നതാ? കൊള്ളാം. എല്ലാരും ക്രോസ് ചെയ്ത് പോണല്ലോ, ഒരുത്തരും തരുന്ന പാടില്ല. അങ്ങോട്ട് നോക്കി, ഒരാള് വരുന്നത് കണ്ടോ? ആരാ പറഞ്ഞ? എത്തിയടാ, അടുത്തെത്തി. നിനക്ക് അത്രയും മര്യാദയുള്ളൂ. ഓ ചേട്ടാ, wow. ഞാൻ ഇന്ന് വരെ വല്ലതും Very കേട്ടിട്ടുണ്ടോ? nice. നീ ചോദിക്കൂല, കട്ടലെടുക്കണത്. എപ്പോഴാ മോഷ്ടിച്ചേ? നീ മാത്രം അയാളുടെ അടുത്ത് മോഷ്ടിച്ചില്ലേ? ഒന്ന് ചോദിക്കടാ ഒന്ന്. അമ്മേ, മേ, അമ്മേ, എന്തെങ്കിലും തന്നിട്ട് പോന്നേ. ധർമ്മം ചെയ്യ്. എന്തെങ്കിലും ധർമ്മം ചെയ്യണേ. മാഡം, മാഡം. Can I take a selfie? Yeah. Only $200. Oh no, 100 rupees. ഇന്ത്യക്ക് വന്നതിന് ശേഷം എല്ലാരും റുപ്പീസ് എന്ന് പറയാൻ അങ്ങോട്ട് ആരംഭിച്ചേക്കും അല്ലേ? ഫസ്റ്റ് ക്യാഷ്, നെക്സ്റ്റ് സെൽഫി. Madam, 50 for me. Come selfie. No, this guy. Selfie with this guy. Yeah, take this. Come on. Thank you. Can I hug you? $200. It's pretty so much. Bye. Okay. Elizabeth, അമ്മ. Elizabeth. Bye. Elizabeth. വെക്കണം. വെക്കണം. എടാ തടിയാ,
ഇതുപോലൊരു 10 ഫോറിനേഴ്സ് വന്നാലേ നീ വലിയ ആളാവോടാ. മേ ബി. പറയാൻ പറ്റില്ല. നീ പറഞ്ഞ മാതിരി വൈറ്റ് ഹൗസും ചിലപ്പോ വാങ്ങിച്ചിരിക്കും. ഇതുപോലത്തെ ഒരു കളർ ഈ ലോകത്തിലെ ഒറ്റ പീസ് നമ്മുടെ തമ്പയാണ്. ഞാൻ തന്നെ അത്. അതെ, അവൻ തിങ്ക് ചെയ്യാൻ തുടങ്ങി. വാ ഓടിയേക്കാം. ഓടിക്കടാ. വാവ്, സക്സസ്. ഇറ്റ്സ് ട്രെൻഡിങ്. എന്താ നിക്കിത, ഇത് വളരെ ഹാപ്പി ആണല്ലോ. ഇത് നോക്ക്. എന്തോന്ന് 5K കമന്റ്സ്, 30,000 ഫോളോവേഴ്സ്, 30,000 ലൈക്സോ. ഞങ്ങളും പുതിയ ഷർട്ട്, പുതിയ പാന്റ്, പുതിയ ഷൂ, പുതിയ കണ്ണാടി, പാർക്ക്, തിയേറ്റർ, ബീച്ച്, ലാർജ് ഒന്നും വിടാതെ വ്യത്യസ്തമായ പുതിയ പുതിയ പോഴ്സ് എല്ലാം കൊടുത്ത് വളച്ച് വളച്ച് സെൽഫി ഫോട്ടോസ് എല്ലാം എടുത്ത് DP വെക്കുന്നു. എന്നിട്ട് എന്താ കാര്യം? 25 ലൈക്സ്, 8 കമന്റ്സും. അതിനപ്പുറം ഒരു ലൈക്സോ കമന്റ്സോ വരുന്നില്ല. അത് നിന്റെ പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റിയെ കുറിച്ച് മാത്രം സംസാരിക്കല്ലേ. പക്ഷേ നിങ്ങള് രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ മുഖം വൃത്തിയാക്കുകയല്ലയോ? ബ്രഷിൽ പേസ്റ്റും വാന്ന് കോട്ടുമായി വിട്ടിട്ടും വായിൽ ബ്രഷ് വെച്ചോട്ടും ഒറ്റൊരു ഫോട്ടോ. ബ്യൂട്ടിഫുൾ പിക്, ബ്യൂട്ടിഫുൾ സ്മൈൽ. എന്തുമാത്രം ലൈക്സാ! 10,000 ലൈക്സ്, 50,000 ലൈക്സ്, 70,000 ലൈക്സ്. നിങ്ങൾ മാത്രം ലൈവില് വരുവാണെങ്കിലേ പറയേണ്ട ആവശ്യമുണ്ടോ? പൂമ്പാറ്റ പറക്കുന്ന പോലെ അങ്ങനെ ലൈക്കും കമന്റ്സും പറക്കും. എന്തിനെത്ര അസൂയ? പിന്നെന്താ, ഞാൻ 10 ദിവസം കഴിഞ്ഞ് FB ഓപ്പൺ ചെയ്ത് നോക്കിയാലേ ഒരു 10 ലൈക്സ്, 5 കമന്റ്സ് പോലും ഇല്ല. നല്ല സങ്കടമുണ്ട്. നിക്കിത, ഈ രാമദൂരിയുടെ ന്യൂസ് ഇട്ടില്ലേ? അതേപോലെ എന്നെയും നല്ല ഭംഗിയുണ്ട്, നല്ല ബുദ്ധിയുണ്ട്, നല്ല കഴിവുണ്ട്, നല്ല സൗന്ദര്യമുണ്ട്, നല്ലവനാണ്, നല്ല ഗുണമാണ്, എല്ലാ കഴിവും ഉള്ളവനാണ് എന്ന് പറഞ്ഞ് പോസ്റ്റ് എനിക്കും ലൈക്ക് വാങ്ങി തരാലോ. അങ്ങനെ കിട്ടാ ഒരു ലൈക്ക് പോലും കിട്ടില്ല. എന്നാല് ഇങ്ങനെ ചെയ്താലോ? ഗ്രാമത്തിൽ ജനിച്ചവനാണ്, കോർപ്പറേഷൻ സ്കൂളിൽ പഠിച്ചവനാണ്, ഇദ്ദേഹം ടീച്ചറാണ്, നല്ലവനാണ്, ഇദ്ദേഹത്തിനൊക്കെ ഒരു ലൈക്ക് കൊടുത്തൂടെ, കമന്റ്സ് ചെയ്തൂടെ എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്താലുണ്ടല്ലോ നിന്റെ അക്കൗണ്ട് ബ്ലോക്ക് ആകും. ബ്ലാക്കിന് ബ്ലോക്കോ? എന്തൊക്കെയുണ്ട് സാറേ? കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. ജോലിക്ക് എങ്ങനെ പോകുന്നു? ഡേറ്റെല്ലാം നന്നായിട്ട് തന്നെ ഇരിക്കുന്നത്. ഒരു പ്രോബ്ലം ഇല്ല. വെറുതെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് വെച്ച് വന്നതാ. വേറെ വിശേഷമൊന്നുമില്ലല്ലോ? വേറൊന്നുമില്ല. എങ്കിൽ നമുക്ക് കാണാം. പോട്ടെ. ശരി, നിങ്ങൾ പറയൂ സാർ. സർ, ഒരു ചെറിയ കയ്യപ്പത്തിന് ഇത്രയും ദിവസവും? രാജ്യം മുഴുവൻ ഇങ്ങനെ കറങ്ങി നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഏതെങ്കിലും ഒരു ഓഫീസിൽ വന്നാലേ കാര്യം നടക്കൂ. ട്രാവൽ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇതിന്റെ വല്ല കാര്യമുണ്ടോ? സാറ് പോയിട്ട് നാളെ വാ, ഞാൻ ചെയ്തു വെച്ചേക്കാം. സർ, ഈ പ്രോജക്റ്റിന് ഞാൻ ഓൾറെഡി 50% അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞു. നിങ്ങളെ കൊണ്ട് പറ്റില്ലെങ്കിലേ അഡ്വാൻസ് തിരിച്ചു കൊടുത്തേക്ക് സാറേ. എന്നെ കൂടുതൽ ഫോഴ്സ് ചെയ്യല്ലേ. നാളേക്ക് വന്നാൽ മതി. പറഞ്ഞു കേട്ടല്ലോ? ഓക്കെ സർ, നാളെ തീർത്ത് കൊടുത്തേക്ക് സർ. ശരി സർ. ചേട്ടാ, പുതിയതായിട്ട് 10 വൈൻ ഷോപ്പ് ഏലത്തിൽ വരുന്നുണ്ട്. എന്താടാ, പഠിക്കുന്നതിനേക്കാളും നിനക്ക് താല്പര്യം മദ്യ കച്ചവടത്തിലാണോ? പോയി പഠിക്കണം. വീട്ടില് ഭാര്യയുടെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല, പിള്ളേരുടെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല പറഞ്ഞ് കുടിയന്മാരാണ് കുടിക്കൊണ്ടിരിക്കുക. സകലതും പണയം വെച്ച് കുടിക്കാൻ ആളുള്ളത് വരെ നമുക്ക് ഈ മദ്യ കച്ചവടത്തിൽ എത്ര കാശ് വേണമെങ്കിലും മുടക്കാൻ പറ്റും. ചേട്ടാ, സിറ്റിക്കകത്ത് ഒരു 8 ബിൽഡിംഗ് കോൺട്രാക്ട് വരുന്നുണ്ട്. എന്താടാ, ബീവറേജ്, ബാറ്, ബിൽഡിങ് ഇതല്ലേ കോൺട്രാക്ട് തരുന്നത്? ഈ ലൈവ് ബാൻഡ്, ക്യാബറെ ഇതെന്താ അനുവദിക്കാത്തത്? ചേട്ടാ, ആ ലൈവ് ബ്രാൻഡ് കോൺട്രാക്ട് കിട്ടേ എനിക്ക് തന്നെ തരണം കേട്ടോ. മൊട്ടയുടെ ആഗ്രഹം കണ്ടില്ലേ? നീയൊക്കെ എന്നെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്നവരെ അതെല്ലാം നിനക്ക് തന്നെ ഉള്ളത്. ശരി ചേട്ടാ. നാളെ ഞാൻ മിനിസ്റ്റർ ആയത് വിചാരിച്ചു. നീ ഒരു MLA ആകും. താങ്ക് യു ചേട്ടാ. നീയും MLA ആകും. ദൈവമേ, നീ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആകുന്നോ? ആയാക്കാലോ ഏട്ടാ. ശരി, വണ്ടി എടുക്കാൻ പറ. ഓക്കെ ഏട്ടാ. അതെ സാറേ. സാർ എന്നിട്ട് പോ സാറേ. സാറേ, എടാ തടിയാ, അന്നാ സാറ് വന്നില്ലേ? ജോലിയൊക്കെ തരാന്ന് പറഞ്ഞു. 2 ദിവസമായല്ലോ, ഇതുവരെയ്ക്ക് കണ്ടില്ലല്ലോ. ഇതൊക്കെ പണക്കാരുടെ ഓരോ ടൈം പാസ് അല്ലേടാ അളിയാ. നമ്മളെ ചുമ്മാ ഇരുത്തി കളിയാക്കിട്ട് പോയേക്കോടാ അവര്.
അല്ല നമ്മളെടുത്തവര് വല്ല സെൽഫി എന്തെങ്കിലും എടുത്തോ ഇല്ലയോ ആവോ? സാറേ ഇല്ലല്ലേ? വളരെ നന്ദിയുണ്ട് സാറേ. അവനും അവന്റെ ഒരു നീക്കറും അവരത് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ ഇട്ട് കളയോടാ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, നിങ്ങളല്ലേ അദ്ദേഹം വരും തരും പറഞ്ഞു ഫീൽ ചെയ്തുകൊണ്ടിരുന്നത്. സാറേ നിങ്ങൾ നന്നായി വരുന്നു സാറേ. എടാ നമ്മളെ കൊണ്ട് ഒരുപാട് കാശ് കിട്ടുന്നേ. അതെ, ഇതൊക്കെ ആവശ്യമില്ലാത്ത ജോലിയാണെന്നേ. ഈ ലോകത്തിലെ നമ്മളെപ്പോലെ ആർക്കെങ്കിലും അഭിനയിക്കാൻ കഴിയോ? അഭിനയത്തിലെ നമ്മൾക്കാണ് ഫസ്റ്റ് പ്രൈസ്. എല്ലാ വലിയ ആക്ടേഴ്സേ നമ്മളെ കണ്ടാണ് അഭിനയം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സതീശ, പറയൂ സാർ. നാളെ നമുക്ക് കുറേ ജോലിയുള്ളതാണ്. സ്റ്റീഫൻ പാർക്കില് ആ സാർ. ആ പിച്ചക്കാർ നമ്മളെയും വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടാവും. നീ നേരെ ഫുഡ് അങ്ങോട്ട് കൊടുത്ത ആ സ്ഥലത്താണോ? അതെ, അവിടെ ചെന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോവാ. സാർ നാളെ ഞാൻ അവിടെ പോയി മീറ്റിംഗിന്റെ കാര്യം. അതൊക്കെ ഞാൻ ഏറ്റു സതീശ. നീ ഒന്ന് അവരെ വിളിച്ചോണ്ട് വന്നാൽ മതി. നീ എന്തായാലും ശരി സാർ. പോകണം. ഓക്കെ. സാറേ സാറേ എന്തെങ്കിലും തന്നിട്ടോ മരം സാറേ? കൊണ്ടാ. സാറേ എന്താ സാറേ, നിങ്ങളുടെ മുതലാളി വന്നില്ലേ? എന്താ പേടിച്ചു പോയോ? നിങ്ങളെയൊക്കെ രാമദുരൈ സാർ വിളിച്ചോണ്ടിരാൻ പറഞ്ഞിരിക്കുക. വാ വണ്ടി കയറേ. ഈ കാറിലോ? എന്തുപറ്റി? ഞങ്ങളൊക്കെ കാറിൽ കയറിയ കാറ് നാറിപ്പോവും സാറേ. ആ അത് ശരിയാണല്ലോ. ഒരു മിനിറ്റ് നിൽക്കേ. സൂപ്പർ ആയിട്ടുണ്ടടാ. ഇപ്പൊ ഓക്കെ അല്ലേ? ആ, ഞാൻ നിങ്ങൾക്ക് മാസം 10,000 രൂപ ശമ്പളമായിട്ട് തരാം. താമസിക്കാൻ വീടും തരാം. നിങ്ങളുടെ മക്കളെയൊക്കെ പഠിപ്പിക്കാനുള്ള ഏർപ്പാടും ചെയ്യാം. ഇൻഷുറൻസും എടുക്കാം. ഇനി പറയൂ, ജോലി ചെയ്യുന്നു? ഇവന്മാര് ചേരുവോ? നിങ്ങൾക്കൊരു ജോലി ചെയ്യാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കിത്തരാം. ഉയർച്ച നിങ്ങളുടെ കൈകളിലാണ്. എന്താ കളിക്കുകയാണോ? പുറ്റിൽ കൈയിട്ടിട്ടേ കൊത്തു വാങ്ങാൻ പോവാണോ? നിങ്ങൾ കളിക്കുന്നതേ വലിയ ഗാങ്ങിനോടാ. നിങ്ങളുടെ തൊഴിൽ നിങ്ങൾ നോക്കിയാൽ മതി, ഞങ്ങളുടെ തൊഴിൽ ഞങ്ങൾ നോക്കിക്കോളാം. ഞങ്ങളുടെ ഗാങ്ങിനോട് ഏറ്റുമുട്ടാൻ നോക്കുകയാണോ? മാളത്തിൽ പാമ്പുണ്ടാവും, അറിയാടാ മോനെ. ഏത് പാമ്പാണെങ്കിലും അതിനെടുത്ത് പുറത്തു കളയാനും എനിക്കറിയാം. നീ ഒന്ന് പോടെ ഇറക്ക. നിന്നെ പോലെയുള്ള അലവലാദികളൊക്കെ കണ്ടിട്ട് തന്നെയാ ഞാൻ ഈ പണിക്ക് വന്നത് കേട്ടോ. ഇയാളെ വിശ്വസിക്കരുത്. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നോ ഇല്ലേ? അപ്പൊ നിങ്ങൾ വരില്ലല്ലേ? ഇതിനെല്ലാത്തിനും ഒരു ദിവസം കാണിച്ചു തരാം. എന്റെ ആയുധം ഞാൻ നിങ്ങളിൽ വെച്ചിരിക്കുന്ന വിശ്വാസമാണ്. അതുണ്ടെങ്കിൽ നമുക്കെന്തും നേടാൻ കഴിയും. സാറേ, നിങ്ങളുടെ കൂടെ തന്നെ ചേർന്ന് പൈസ ഉണ്ടാക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു സാറേ. അധ്വാനിച്ച് ജീവിക്കുന്നവർക്ക് ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്നറിയും. നിങ്ങളെല്ലാവരും അധ്വാനിച്ച് ജീവിക്കണം. എന്നിട്ട് ഉയരങ്ങളിൽ എത്തുകയും വേണം. വ്യത്യസ്ത തരം പൂക്കളില്ലേ, അതെല്ലാം ഭൂമിയിൽ തന്നെയല്ലേ പൂക്കുന്നത്. ഞാനും നീയും എല്ലാവർക്കും സന്തോഷമാണല്ലോ അല്ലേ? മുന്നിൽ ചിരിയായി എന്നും വരാ. ഉണരു നീ 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 ഉണരു നീ. ഞാനും നീയും കൈകോർത്തിടാ. മുന്നിൽ ചിരിയാ എന്നും വരാ. വാനിൽ
ചെല്ലാ ഒന്നായി തോഴാ വാഴ്വിൽ എന്നും വെളിച്ചം വീശും ഓ മണ്ണിൽ ആരും ഭാരമേ അല്ല എല്ലാം മനസ്സിൽ വിജയം തോഴാ. ഉണരു നീ ഉണരു നീ ഉണരു നീ ഉണരു നീ അഴകേ അഴകേ എല്ലാം അഴകേ സ്നേഹക്കൂട്ടാൻ നിന്നാലേ അഴകേ അഴകേ എല്ലാം അഴകേ സ്നേഹക്കൂട്ടായി നിന്നാലേ ആശിച്ചതൊന്നും നടക്കില്ലി വാഴ്വിൽ കൊതിച്ചതു വാഴ്വിൽ വിധിക്കുകയില്ല ആശിച്ചതെല്ലാം നടന്നൊരു നിമിഷം എന്നും കാണും കനവേ മനസ്സേ ആദികളില്ല മനുഷ്യരുണ്ടോ ഉണ്ടോ ഇല്ലല്ലേ വെയിലും മഴയും മഞ്ഞും കാറ്റും മെല്ലെ മെല്ലെ വിയർപ്പിൻ നേരെറിഞ്ഞ് വാഴ്ത്തിടും വണങ്ങിടും എന്നാളും. Hi. Good morning. Namaskaram. This is Nikita here. So, I have great news for all of you. You see this place right behind me now, which has been highly populated with the beggars. Right now, it's totally empty, guys. You can see anyone over here. And the reason behind this, he is the great man Ramadurai sir. അദ്ദേഹമാണ്. ഭിക്ഷ എടുക്കുന്നവർക്ക് ജോലി കൊടുത്തിരിക്കുകയല്ലേ, അത് ചെയ്യുന്ന നോളജ് ഉണ്ടെങ്കിൽ മാത്രം മതി. ഇന്ത്യയിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഓരോരുത്തരും അവരുടെ വീട്ടിലുള്ളവരെ നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇന്ത്യയിൽ വേറെ ഒരു പ്രശ്നവും കാണത്തേ ഇല്ല. ഈ നാട് നന്നായിട്ട് തന്നെ ഉള്ളത്, പിച്ചക്കാരില്ലെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് പോകും. നമ്മളെല്ലാരും നന്നായിട്ട് നോക്കി നടത്തുക എന്ന് വെച്ചാൽ നമ്മുടെ നാട് ഇങ്ങനെ മുന്നേറി പൊക്കോണ്ട് തന്നെ. I request you all the viewers to please share this and spread this message to across you as many people as you can. And please subscribe these guys. And let's make India beggars free. Thank you. നാൽപ്പത് 50 60 70 90 100 150 20 30 40 80. എന്താ ഇന്ന് നല്ല വരുമാനമാണെന്ന് തോന്നുന്നു. ചില്ലറയ്ക്ക് വേണ്ടി കൈ നീട്ടിയിരുന്ന കൈ ചുരുളാത്ത നോട്ട് എണ്ണണു. സത്യാണ്. അതേടാ, നമ്മൾ ഈ ജീവിതത്തിന് കാരണം നമ്മുടെ മുതലാളി രാമദുര സാറാണ്. അദ്ദേഹം വിട്ട് വന്നില്ല എങ്കിൽ നമുക്ക് ഇതേമാരത്തെ ഷർട്ടൊക്കെ ഇടാൻ പറ്റുമോ? ഇപ്പോഴും നമ്മൾ ഭിക്ഷ എടുത്തുകൊണ്ടിരുന്നേനെ. അതുകൊള്ളാം, ഇന്ന് നല്ല സമ്പാദിച്ചിട്ടില്ല. വാ, ഒരു ചായ വാങ്ങിച്ചതാ. ചേട്ടാ പോകാം.
Thank you. There is a meeting at 11 o'clock, Sure. sir. ഇനിയും സമയമുണ്ടല്ലോ. നമസ്കാരം CM സാർ. ആ. ഉം. എന്തൊക്കെയാണ് സാറേ വിശേഷങ്ങൾ? എല്ലാ നാടും കണ്ടു കഴിഞ്ഞോ? ഉം. സാർ, CM എന്ന് പറഞ്ഞാൽ സാറിനെ പോലെ തന്നെ ആയിരിക്കണം. ഹാപ്പിയായി, ടെൻഷൻ ഒന്നും ഇല്ലാതെ സന്തോഷമായിട്ട് സ്മൂത്തായി ഹാൻഡിൽ ചെയ്തിട്ട് പോകുന്നില്ലേ? അടിപൊളി അടിപൊളി. സംസാരിക്കുന്നതിനിടയിൽ ഇതും മറന്നുപോയി. ഇന്ന് ഒരു ഒപ്പിട്ടേക്കെ. നിങ്ങൾ വല്ലാത്ത തെറ്റാ ചെയ്യുന്നത്. നിങ്ങൾ റെക്കമെൻഡ് ചെയ്ത കമ്പനി ശരിയല്ല. അതിന്റെ ട്രാക്ക് റെക്കോർഡൊന്നും ഒട്ടും ശരിയല്ല. ഇത്രയും വലിയ കോൺട്രാക്ട് അദ്ദേഹത്തിന് തരാൻ പറ്റില്ല. അറിയാം. ഇപ്പൊ എന്റെ അവസ്ഥ എന്താന്ന് വെച്ചാൽ ഒരു പുലി പുല്ല് തിന്നുന്നതിന്റെ അവസ്ഥയാണ് തുല്യം എനിക്ക്. അത്രയ്ക്ക് കഷ്ടപ്പാടാ ഞാൻ നിന്റെ അടുത്ത് പെട്ടോണ്ടിരിക്കുന്നത്. എന്റെ അപ്പൻ പിച്ചേട്ടെന്ന പദവിയിലാണ് നിങ്ങളിപ്പോ ഇരിക്കുന്നത്. ഞാൻ വിചാരിച്ചതെങ്കിൽ ഈ സീറ്റ് നിങ്ങളായിരിക്കില്ല ഇരിക്കുക, ഞാനായിരിക്കും ഇരിക്കുക. അതിനെപ്പറ്റി സംസാരിക്കുന്നത് ഇപ്പൊ സമയമില്ല. റിസൾട്ട് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? അറിയാമോ എന്ന് ചോദിച്ചേ. സാർ വളരെ നല്ലവനാ. അപ്പോ ഞാൻ ഇറങ്ങിക്കോട്ടെ. എവനൊക്കെയോ എന്തിലൊക്കെയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾക്കൊരു വെബ്സൈറ്റ് അറിയുന്നില്ല. അതെ സാറേ. ആ, അവിടെ എങ്ങോട്ടാ പോകുന്നേ? ആ, അങ്ങനെ യൂട്ടം ചെയ്ത് അകത്തേക്ക് വരുന്നേ. ഇതെന്താ ഫസ്റ്റ് നൈറ്റിലേക്ക് പാല് കൊണ്ടുവരുന്ന പോലെ വരുന്നേ? ഇരിക്കുന്നേ സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു. കുട്ടികള് പേരക്കുട്ടികളൊക്കെ സ്വന്തം തന്നെയല്ലേ? ആ, എനിക്ക് ഒരേ ഒരു മോനാ. ആ. എന്റെ സ്വത്തൊക്കെ വിറ്റ് ഞാൻ അവനെ പഠിപ്പിച്ചു. അമേരിക്കയിൽ ജോലിയും കിട്ടി, അവിടെ നിന്നൊരു പെണ്ണിനെയും കെട്ടി അവിടെ തന്നെ സെറ്റിൽ ആയിക്കുക. എല്ലാ പിള്ളേരും ഇത് തന്നെയാണ് ചെയ്യുന്നത്. മാതാപിതാക്കള് മരിച്ച പോലും ഇങ്ങോട്ട് വരുന്നില്ല. അല്ല, നിങ്ങൾ വീട്ടിലെന്താ ചെയ്യുന്നേ? ഞാൻ എന്ത് ചെയ്യാനാ സാറേ, എന്റെ ഭാര്യയാണെങ്കിൽ ഒരു അസുഖക്കാരിയാ. ഓ. അത് മാത്രമല്ല, എനിക്ക് ജോലിയില്ല. ശരി. എന്തെങ്കിലും ഒരു ജോലി കിട്ടുമെന്ന് അന്വേഷിക്കാൻ വന്നതാ. ആദ്യം ഡൊണാൾഡ് ട്രംപിനെ ഫോണിൽ വിളിച്ചിട്ടേ അമേരിക്കയിൽ ജോലി എടുക്കുന്ന എല്ലാ ചെക്കന്മാരെയും നമ്മുടെ ഇന്ത്യയിലേക്ക് അയക്കാൻ പറഞ്ഞു ഇപ്പൊ തന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു. അതൊക്കെ എന്തിനാ സാറേ? എന്തെങ്കിലും ജോലി വേണ്ടി പറയൂ സാറേ. ജോലി, അതായത് സാറേ ഇപ്പൊ നിങ്ങൾക്ക് എന്താ ജോലി തരേണ്ടതെന്ന് ഒരു പിടിയുമില്ല. സാറേ, എനിക്ക് ചെറുപ്രായം മുതലേ ഒരു മോഡലാണെന്ന് വലിയ ആഗ്രഹം. ഐ ആം ഓൺലി 70. എനിക്കൊരു മോഡലാകാൻ പറ്റില്ലേ? മോഡല്? അതെ സാറേ. നീ ചെയ്തേക്കാം. നല്ല സ്ട്രോങ് ആണോ? ആ, പിന്നെ നല്ല സ്ട്രോങ് അല്ല അതെ, സാറേ? കൈ ഉയർത്തി പറയുന്നേ. വെരി സ്ട്രോങ് സാർ. നീയാണ് അതിന് ശരിയായ ആള്. എന്തിനാ ഒന്ന് കഴിച്ചാ മതി, ഒന്ന് സംസാരിക്കും. എന്തിനാ സാറേ ഇങ്ങനെയൊക്കെ? നാണം കണ്ടില്ലേ? പോയാലോ സ്റ്റുഡിയോക്ക്? റെഡി, പോവാ സാറേ. ഒരെണ്ണം വീട്ടിൽ തന്നെ കഴിച്ചിട്ട് വന്നു അല്ലേ? സാറേ, ഈ വയസ്സില് നാണം കണ്ടില്ലേ? നീയാണ് മോഡല്. വാ. Finally, I am able to meet you, sir. Sir, can we take a quick selfie, sir? അതിനെന്താ എടുത്തോളൂ. ഇന്റർവ്യൂ തുടങ്ങാം സർ? തുടങ്ങാം. സർ, കുറച്ച് ബാക്കിലോട്ട് പോകാമോ? ഓക്കെ ഓക്കെ സർ. സർ, എൻ്റെ ആദ്യത്തെ ചോദ്യം, നിങ്ങളുടെ എയിം എന്താണ് സർ? നമ്മുടെ രാജ്യത്ത് ഭിക്ഷക്കാരുണ്ടാവാൻ പാടില്ല. ബെഗേഴ്സ് ഇല്ലാത്ത ഇന്ത്യയോ? തീർച്ചയായും അതെ. വാവ്, നിങ്ങളുടെ സ്വപ്നം ഗംഭീരമാണ് സർ. ഇത് എന്റെ സ്വപ്നം മാത്രമായിരിക്കരുത്, നമ്മുടെ രാജ്യത്തിന്റെ തന്നെ സ്വപ്നമാണ്. സർ, കുറെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരില്ലേ? ഇതൊന്നും ബുദ്ധിമുട്ടായിട്ട് നമ്മൾ കാണാതിരുന്നാൽ മതി. എന്താണെങ്കിലും നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് പ്രധാനം. സർ, ടൈമായി. ഒരു മിനിറ്റ്. ഓക്കെ സർ. ബാക്കി ഇനി ഒരിക്കലാവാം. ഈ ചെറിയ ഇന്റർവ്യൂ തന്നതിന് ഒരുപാട് നന്ദി സർ. വീണ്ടും നമുക്ക് ഇന്റർവ്യൂകളിൽ മീറ്റ് ചെയ്യാം സർ. അതിനെന്താ, തീർച്ചയായും കാണാം. നമസ്കാരം. സുഖാണല്ലോ അല്ലേ? ഇത് എപ്പോഴാ തുടങ്ങുക? ഇപ്പൊ തന്നെ തുടങ്ങും.
ഓക്കെ അവിടെ വെച്ചേക്ക്. ഡോക്യുമെന്റ്സ് ഉണ്ട് സാർ. അവിടെ വെച്ചോണ്ട് വയ്ക്കോ. രാമദുരൈ, സാർ നിങ്ങൾ വളരെ നല്ല കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിച്ചക്കാരില്ലാത്ത ഇന്ത്യ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞു. സാർ. അവരെ വെച്ച് കമ്പനി റൺ ചെയ്യുന്നുണ്ട്. സൂപ്പർ സാർ. എന്റെ മോളും പറഞ്ഞായിരുന്നു നിങ്ങളുടെ പേര് അത്രമേൽ വൈറലായിരുന്നു. താങ്ക് യു ഹലോ ഹലോ, നിർത്തുന്നുണ്ടോ? കവർ ആദ്യം ആ പൊളിക്കണം. ആ ഓക്കെ ഓക്കെ. ആ വെറുതെ ഫയലൊക്കെ ഒന്ന് രാജ ഓപ്പൺ ചെയ്ത് എടുത്തു തന്നെ. ശരി സാർ. ഇത് നോക്കിയേ സാറേ. അതൊക്കെ അല്ലേ? ശരി. ശരിയായിട്ടുണ്ട് സാറേ. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ എല്ലാവരും അയച്ചു തന്ന ടെൻഡർ ഡോക്യുമെന്റ്സ് ഒക്കെ എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട്. അത് ഞങ്ങളിപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആസ് പെർ ദ ട്രാൻസ്പെറൻറ്റ് പ്രോസസ് വി ഹിയർ ബൈ ഡിസൈഡഡ് ദാറ്റ് ദ ഹയർ ബിഡ് വി ഗോട്ട് ദിസ് ഫ്രം ഇന്ത്യ ലൈറ്റ് ഹൗസ് കമ്പനി. മിസ്റ്റർ രാമദുരൈ, ഇപ്രാവശ്യം ടെൻഡർ നിങ്ങൾക്കാണ് കിട്ടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. വളരെ നന്ദിയുണ്ട് സാർ. അതെ, ഞങ്ങൾക്ക് എന്താ വെറുതെ കൈയും വെച്ച് ഇങ്ങോട്ട് പോണോ? ആ ടെൻഡർ ഞങ്ങൾക്ക് ഇതാ, അത് ഞങ്ങൾ ചെയ്തുതരാം. സോറി, ഗവൺമെന്റ് റൂൾസ് എന്താണോ അത് പ്രകാരമാണ് എല്ലാം ചെയ്തത്. ബിഹേവ് യുവർ സെൽഫ്. അതൊക്കെ ചെയ്യാം. മിസ്റ്റർ രാമദുരൈ, ഓൾ ദ വെരി ബെസ്റ്റ്. ബാങ്ക് ഗ്യാരണ്ടി ലെറ്ററോടെ വരൂ. ഞാൻ ഉടനെ തന്നെ ഓർഡർ ഇഷ്യൂ ചെയ്യാം. ഓ ശരി സാർ, അത് റെഡിയാക്കണം. സാർ. ചേട്ടാ, പാർട്ടിയുടെ അടുത്ത് ഞാൻ സംസാരിച്ചു. നിങ്ങൾ ഒരു പ്രാവശ്യം വന്ന് കണ്ട പിന്നെ ഞാൻ സംസാരിച്ചോളാം അയാൾ പറഞ്ഞ. നമ്മുടെ പയ്യൻ വന്നിട്ടുണ്ട്. എന്താടാ? മെട്രോ പാർക്കിംഗ് കോൺട്രാക്ട് നമ്മുടെ കൈവിട്ട് പോയി. എല്ലാ പാർക്കിംഗ് കോൺട്രാക്റ്റും ആ രാമദുരയുടെ കയ്യിലേക്ക് പോയി. ആ കലക്ടർ പോലും അവൻ്റെ ഭാഗത്താണ് നിൽക്കുന്നേ. ഭിക്ഷക്കാരെ കൊണ്ടാ ജോലി എടുപ്പിക്കുന്നേ. ഡാ, അവനൊരു പിച്ചക്കാരനായി മാറൂടാ. ഫോൺ വിളിക്കേ. ശരി. അക്കൗണ്ട് സോഫ്റ്റ്വെയറിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. അതെന്താണെന്ന് നോക്കാൻ അറിയോ? അറിയാം സാർ. റിങ് പോകുന്നുണ്ട്. ചേട്ടാ. ശരി ചേട്ടാ. ഹലോ രാമദുരൈ, MLA പ്രഭാകരനാണ് സംസാരിക്കുന്നത്. സാറേ നമസ്കാരം. ഞാൻ ടിമ്പർ ഫാക്ടറിയിലുണ്ട്. പെട്ടെന്ന് ഇങ്ങോട്ട് വാ. എന്താ സാറേ കാര്യം? ഒരു പബ്ലിക് ലീഡറാണ് വിളിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഫോണിലൂടെ പറയണോ? അയ്യോ ക്ഷമിക്കണം സാറേ, ഞാൻ വന്നോളാം. പെട്ടെന്ന് വരണം. ഹലോ, ഐ എം ഡേവിഡ്. വി ആർ ഫ്രം എർത്ത് അവയർനെസ് ഫൗണ്ടേഷൻ NGO. ഞാൻ നിങ്ങളുടെ ചെയർമാൻ രാമദുരയെ കാണാൻ വേണ്ടി ഓഫീസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ദിസ് ഈസ് എ സർപ്രൈസ് വിസിറ്റ്. പ്ലീസ് എക്സ്ക്യൂസ് us. സർ, ഇറ്റ്സ് ഓക്കെ. യു ആർ മോസ്റ്റ് വെൽക്കം. ഞങ്ങൾ താങ്കൾക്ക് വേണ്ടിയിട്ട് ഓഫീസിൽ വെയിറ്റ് ചെയ്യാം. പ്ലീസ് കം. താങ്ക് യു. എന്താ നോക്കിയായിരുന്നു? കണ്ടുപിടിച്ചോ? സർ, എർത്ത് അവയർനെസ് ഫൗണ്ടേഷനിൽ നിന്ന് ആളുകൾ കാണാൻ വരുന്നുണ്ട്. മീറ്റ് ചെയ്തേ മതിയാവും സർ. സതീഷ, ആ MLA ഫോൺ വിളിച്ച് എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുക. വാ, എന്താ നോക്കിയിട്ട് വരാം. സർ, NGOയുടെ ആൾക്കാർ കാണാൻ വരുന്നുണ്ട്. ഈ സമയത്ത് MLA കാണാൻ പോയാൽ എങ്ങനെയാണ് സർ? അത് വിട്ടേക്ക് സർ. MLA അല്ലേ, എപ്പോൾ വേണമെങ്കിലും കാണാമല്ലോ. ശത്രുക്കളെ സമ്പാദിക്കുന്ന പകരം നമുക്കൊരു ഭാവികാലം സൃഷ്ടിക്കാം സർ. അതാണ് നല്ല ബുദ്ധി. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ അല്ലേ? പ്ലീസ് കം സർ. പ്ലീസ് മീറ്റ് രാമദുരൈ. ഹായ് രാമദുരൈ. ഹലോ സാർ, പ്ലീസ് സിറ്റ് ഡൗൺ സാർ. ഹായ്, ഐ എം ഡേവിഡ്, ഫണ്ട് മാനേജർ ഫ്രം എർത്ത് അവയർനെസ് ഫൗണ്ടേഷൻ. താങ്ക് യു. പ്ലീസ് സിറ്റ് ഡൗൺ. Sir, nice to see you, sir. Thank you. I'm Bill from Washington, USA. I'm the executive director of Earth Awareness Foundation. കോഫിയോ ചായയോ എന്തെങ്കിലും എടുക്കട്ടെ? No. Just now we had the famous filter coffee. You're not only working for your country people, but you're also working for the global community. Oh, thank you so much. We have done due diligence on your company. It's so fantastic to know that you have converted to several beggars into the working labor class. It is a fantastic program. It's all your support, sir. I'm a very small person. So many things to do. We are happy to announce that our foundation has decided to donate $1 million to the Kerala Lighthouse Company for the beggar eradication program. $1 million. ഒത്തിരി നന്ദിയുണ്ട് സർ, നന്ദിയുണ്ട്. Sir, I will try to utilize these funds in a proper way. By the way, please take Reserve Bank of India's foreign fund approval. അവൻ കട്ട് ചെയ്തോ? വിളിക്കണേ. So that we can transfer the amount to your company. Sure. ചേട്ടാ, പിന്നെ അവൻ കട്ട് ചെയ്യാണ്. അവന്റെ വേറെ ഏതെങ്കിലും നമ്പർ ഉണ്ടോ? ഇല്ലെന്നേ, ഈ ഒരു നമ്പറേ ഉള്ളൂ. അത് ശരി. Mr. Ramadurai, along with your company name, please promote our brand. Oh, sure, sir. Definitely, I will do it. I will do it. എടാ, നീ ഒന്ന് വിളിച്ചു നോക്കിയേ. ശരി ചേട്ടാ. ഇറ്റ്സ് എ റിക്വസ്റ്റ് ടു യു. Sure. Definitely. സർ, നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വലിയ അഭിമാനം തോന്നുന്നു. സാറിന്റെ നല്ല മനസ്സിന് എല്ലാം നന്നായിട്ടേ നടക്കുകയുള്ളൂ. സാറിന്റെ സഹായിക്കാനുള്ള ഈ മനസ്സ് അത് ഈ ലോകത്തിൽ മുഴുവൻ നിറയണം. ഇറ്റ്സ് ഓക്കെ, വി വിൽ സപ്പോർട്ട് യു. Thank you, sir.
താങ്ക് യു താങ്ക് യു Thank you. സോ മച്ച്. താങ്ക് യു സർ. ഹലോ രാമദുരൈ, ഞാൻ തമ്പിതുരയാണ്. സർ ഞാനൊരു അരമണിക്കൂറിനകം അവിടെ എത്താം. സതീശ വണ്ടി എടുക്ക്, നമുക്ക് ആ ശരി സർ. ഓക്കെ ചേട്ടാ. നന്നായിട്ട് പഠിക്കണം കേട്ടോ. ശരി ചേട്ടാ. എന്താവശ്യമുണ്ടെങ്കിലും ഫോൺ ചെയ്യണം. ഓ ആയിക്കോട്ടെ. ഏയ് എന്താടേ കാണിക്കുന്നേ? അവൻ ഇതിലൂടെ കാണുന്നില്ലടാ. അവർ വന്നോണ്ടിരിക്കുകയായിരിക്കും. ആ എത്തിയല്ലോ. വാ വാ. ആ സർ. എന്താടാ നീ എന്താ വലിയ വിളിയാണോ? ഫോൺ വിളിച്ചത് നീ എടുക്കില്ലേ? അങ്ങനെയല്ല, കുറച്ച് തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് ഫോൺ എടുക്കാൻ പറ്റിയില്ല. എന്താടാ ഗവൺമെന്റ് കോൺട്രാക്ട് എല്ലാം നീ അങ്ങ് എടുത്താലേ ഞങ്ങളുടെ വായിൽ വിരലിട്ടോണ്ടിരിക്കണം. ആ പിച്ചക്കാരെ വെച്ചല്ലേ ജോലിക്കുന്നേ? നിനക്കൊക്കെ എന്തിനാ കോൺട്രാക്ട്? ഈ കോൺട്രാക്ട് എടുത്തിട്ട് സ്ഥലപ്പെടാൻ നോക്ക്. അല്ല സാർ, തമ്പിതര വർക്കേഴ്സിന് ജോലി കൊടുക്കാൻ പറ്റാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. വിഷമമുണ്ട് സാർ. കിട്ടുന്നത് തന്നെ 8% പ്രോഫിറ്റാ. വേണമെങ്കിൽ ഞാൻ 4% പ്രോഫിറ്റിന് അയാൾക്ക് സബ് കോൺട്രാക്ട് കൊടുക്കട്ടെ സാർ. ചേട്ടാ അവനോട് ഒരു വാക്ക് പോലും വേണ്ടിയിട്ടില്ല. നിങ്ങളോട് സംസാരിക്കുന്നത് കണ്ടില്ലേ? അവൻ 50% തരാന്ന് പറഞ്ഞില്ലേ? പിന്നെന്താ നിനക്ക് പ്രശ്നം? ശരി ചേട്ടാ. നാളെ എന്തെങ്കിലും വലിയ കോൺട്രാക്ട് വരട്ടെ, അത് തരാൻ ഞാൻ ഇവനോട് പറഞ്ഞോളാം. ശരി സാർ, എനിക്കൊരു അവസരം തന്നാ ഞാൻ നന്നായി ചെയ്തു തരാം സാർ. ഒരു 3 ദിവസത്തിനകം തമ്പിതരയ്ക്ക് സബ് കോൺട്രാക്ട് ഞാൻ റെഡിയാക്കി കൊടുക്കാം. അത് പോരെ സാർ? എന്നാ വരട്ടെ സാർ. നന്ദിയുണ്ട് നന്ദിയുണ്ട്. Ramadurai from Kerala will receive fund from America NGO. മുരളി സർ. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരാളോ? ആരായി രാമദുരൈ? സർ, അദ്ദേഹം കേരള ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞ് ഒരു കമ്പനി നടത്തുകൊണ്ടിരിക്കുകയാണ്. ബെഗർ എറാഡിക്കേഷൻ പ്രോഗ്രാം. സാറിനെ കണ്ടു നോക്കൂ. ഭിക്ഷ എടുക്കുന്നവർക്കൊക്കെ ജോലി കൊടുക്കുന്നുണ്ട്. ഇയാളെ ഞാൻ കാണണം. ഒന്ന് വന്ന് കാണാൻ പറയാൻ. തീർച്ചയായും വരാൻ പറയും സാർ. വാ 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 വാ. ലെഫ്റ്റ് കയറി വാ. മണി എങ്ങനെ പോകുന്നു? സുഖം തന്നെ സാറേ. സാറേ ഇത് കളക്ഷൻ മണി നീ തന്നെ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും. സാറേ ഞാൻ എങ്ങനെയാ? ഞാൻ ബാങ്ക് മാനേജറോട് ഫോൺ ചെയ്ത് പറയാം, നീ ചെന്ന് ഡെപ്പോസിറ്റ് ചെയ്തേക്ക്. സാറേ ഇത്രയും ക്യാഷൊക്കെ എന്നെ വിശ്വസിച്ച് എങ്ങനെയാ തരുന്നത് സാറേ? മണി, ഈ ഒരു വിശ്വാസമാണ് നിന്നെ ഈ നിലയിൽ എത്തിച്ചത്. ഞാൻ നിങ്ങളുടെയൊക്കെ നന്മ ആഗ്രഹിച്ചു. നിങ്ങൾ എനിക്ക് വേണ്ടി അധ്വാനിക്കും. സാറേ എന്റെ മനസ്സും വയറൊക്കെ നിറഞ്ഞു സാറേ. ഇനി എനിക്ക് ഒരു കുറവുണ്ടാവില്ല സാറേ. ശരി, നീ ചെല്ല്. സതീഷ് പോലെ. ഇവിടെ സൈഡിലൊക്കെ അല്ല, ഇവൻ എന്തൊക്കെയാ ചെയ്തുകൊണ്ടിരിക്കുന്നേ? മഹാഭാവി. എടാ ഇവനെ ഷോർട്ട്നെസ് സമയത്ത് ലൈറ്റ് ഓഫ് ആക്കി കളയില്ലേ? പിന്നെന്തിനാടാ മേക്കപ്പ്? ഇതൊക്കെ അന്വേഷിക്കണം. ഒന്ന് വെറുതെ ഇരിക്കവിടെ. ഓ, നീ അത്രയ്ക്കും ആയല്ലേ? ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ നീലപ്പീലി കണ്ണാ കൈയെടുക്കടാ. നാല് മുടിയുള്ളൂ. ഹലോ മിസ്റ്റർ സ്വാമിനാഥൻ. How are you? Fine. I am old model Swaminathan speaking. This is John DeCosta, adult content king known worldwide. I see. I want to book you for your second content. No, I am second content shooting. You can record third contents. You can talk to my PA. Na, സംസാരിക്ക്. ഞാൻ പി ആണോ? ഞാൻ പി ആണെന്ന് $1 million deal. You talk to him. Excuse me. Hello, secretary. Yes, I want to book Mr. Swaminathan for my third content. 2 million. സാർ കുറച്ച് ഓൾഡ് ആണ്. 3 million ആണെങ്കിൽ ഓക്കെയാണ്. സാർ 1 minute സാർ, 1 minute. I want to call you sir. എടുക്കടാ. സതീഷ് ബൊക്ക. അയ്യോ ഞാൻ മറന്നു എടുത്തോണ്ടേ. സാർ നമസ്കാരം. ഇതൊക്കെ എന്തിനാണ്? തരൂ സാർ. സാർ ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചതല്ല. ഇതെൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇരിക്കേ. താങ്ക് യു സാർ. എൻ്റെ അടുത്ത് വരുന്ന എല്ലാവരും അത് വേണം ഇത് വേണം എന്നൊക്കെ ഭിക്ഷക്കാരെ പോലെ ചോദിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഭിക്ഷക്കാരെ വെച്ച് നല്ല കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെപ്പോലെ നല്ല കാര്യം ചെയ്യുന്നവരൊക്കെ ഈ നാടിന് ആവശ്യമാണ്.
ഓക്കെ, ഞാൻ കാര്യത്തിലോട്ട് വരാം. സിറ്റിയിൽ ഗവൺമെന്റിന്റെ സ്ഥലമായിട്ട് ഒരു 10 ഏക്കർ ഉണ്ടാവും. അത് ഞാൻ നിങ്ങൾക്ക് തരാം. അതെടുത്തിട്ട് അവർക്ക് യൂസ്ഫുൾ ആയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കൂ. അതിനായിട്ട് ചില ഫോർമാലിറ്റീസ് ഉണ്ട്, അതൊക്കെ ചെയ്തേരെ. ഞാൻ നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ട് ചെയ്യാം. സാറിനെ പോലെ സത്യസന്ധരായ ആളുകളുണ്ടെങ്കിൽ നന്മയിലൂടെ ഈ നാടിനെ രക്ഷിക്കാൻ കഴിയും സാർ. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യം ചെയ്യുന്നതാ. നിങ്ങളുടെ എല്ലാ കാര്യവും വിജയിക്കും. നിങ്ങളുടെ ഫ്യൂച്ചർ വളരെ നന്നായിട്ടിരിക്കും. നന്ദി സാർ. എന്നാൽ ഞാൻ ഇറങ്ങണം. സതീശ, അധ്വാനത്തിന്റെ പ്രതിഫലം പണമല്ല, അഭിനന്ദനമാണ്. അത് കേൾക്കുമ്പോൾ മനസ്സിന് തൃപ്തിയാകും. ആ പറഞ്ഞത് സത്യം സാറേ. ഇത് നോക്കിയേ, നമ്മുടെ രാമദേവ് സാറുണ്ടല്ലോ, പാർക്കിങ്ങിൽ കിട്ടിയ 60,000 രൂപ ഉണ്ടല്ലോ, എന്റെ കയ്യിൽ തന്നിട്ട് ബാങ്കിൽ കെട്ടാൻ പറഞ്ഞേക്കുക. നല്ല സന്തോഷത്തിലാണല്ലോ. പിന്നില്ലാതിരിക്കോ? എന്നെ വിശ്വസിച്ച് ഒരുത്തിനെ 10 പൈസ തന്നിട്ടില്ല. പക്ഷെ സാറ് എന്നെ വിശ്വസിച്ച് 60,000 രൂപ എന്റെ കൈ തന്നിരിക്കുക. നിങ്ങളുടെ അടുത്ത് അത്രയും വിശ്വാസമുണ്ട്. എനിക്ക് ഉറക്കമേ വരില്ല. നേരം വെളുത്തുണ്ടെങ്കിൽ ഈ 60,000 രൂപ ബാങ്ക് അക്കൗണ്ടിൽ കെട്ടിയാലേ എനിക്ക് ഉറക്കമേ വരുള്ളൂ. പോയി ബാങ്കിൽ അടച്ചിട്ട് വാ. കോഫി വേണോ കുടിക്കാൻ? പിന്നെ വേണ്ടേ, എടുക്ക്. ഇന്ന് റെഡിയാണല്ലോ. എന്താ വേണ്ടത്? ഞാൻ ബാങ്കില് പണം ഡെപ്പോസിറ്റ് ചെയ്യാൻ പണോട്ടം വന്നതാണോ? അകത്തേക്ക് പോന്നേ. സാറേ നമസ്കാരം. സാറേ മാനേജർ എവിടെ? ആ റൂമിലുണ്ടാവും. സാറേ വരൂ വരൂ. നമസ്കാരം സാറേ. നമസ്കാരം സാറേ. ഇരിക്കൂ. സാറേ ഈ പണം രാമധരെ സാറെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറഞ്ഞതാ. അതെയോ? എത്രയുണ്ട്? 60,000 രൂപ ഉണ്ട് സാറേ. ശരി ശരി, ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറയാം. സാറേ കയ്യിൽ 10 പൈസ ഇല്ല സാറേ. 2 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല സാറേ. എടാ പറഞ്ഞാ കേക്കില്ലേ? പോടാ സാറേ, എന്തെങ്കിലും താ സാറേ. പോടാ. ഉണ്ടായിരുന്നത് പോയി. ചെല്ലേ. ഇതാണ് റെസിപ്റ്റ്. ഡെപ്പോസിറ്റ് ചെയ്തല്ലോ സാറേ. കെട്ടി. സാറേ രാമധര സാറൊന്ന് ഫോൺ ചെയ്ത് പറയോ സാറേ? അതെയോ? ശരി. സാർ, രാമധുരൈ സാർ, പറയൂ. നിങ്ങൾ അയച്ച ആള് വന്ന് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടോ പൈസ? നിങ്ങൾ ആ അമൗണ്ട് ചെക്ക് ചെയ്താൽ മതി. നിങ്ങളുടെ അക്കൗണ്ടിൽ അത് വന്നു കാണും. ഇപ്പോ ചെക്ക് ചെയ്തോളൂ. ഞാൻ പറഞ്ഞു. വളരെ നന്ദിയുണ്ട് സാറേ. ശരി, പോയിട്ട് വരാം സാറേ. ആയിക്കോട്ടെ. താങ്ക് യു സാർ. നിങ്ങൾ നല്ലതാണ് ചെയ്യുന്നത്. കുറേ തടസ്സങ്ങളൊക്കെ ഇങ്ങനെ വരും. അതൊക്കെ ഫേസ് ചെയ്ത് എങ്ങനെയെങ്കിലും പോകാൻ നോക്ക്. ആ MLAയുടെ ടോർച്ചറാണെങ്കിൽ താങ്ങാൻ പറ്റുന്നില്ല.
അവൻ എങ്ങനെയൊന്ന് ശരിയാക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെയുള്ള വ്യക്തികളെ ഒന്നും പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയില്ല സാർ. അതിന് വേറെ വഴികളുണ്ട്. അവൻ്റെ കാര്യം ഞങ്ങളെ ഇട്ടു. സാറ് സമാധാനമായിട്ടിരിക്കും. അവനെ നിങ്ങൾ എങ്ങനെ ശരിയാക്കും? ശരിയാക്കാം സാറേ. മനസ്സിന് ധൈര്യമില്ലാത്തവൻ നമുക്ക് ചാവുമണി അടിക്കും. ഇതെല്ലാത്തിനും ഒരു ദിവസം കാണിച്ചു തരാം. മാളത്തിൽ പാമ്പുണ്ടാവുമെന്ന് അറിയാവിടെ മോനെ. ഒരുപാട് സ്ഥലത്തൊക്കെ ഇൻ്റർവ്യൂവിന് പോയി നോക്കി. ചിലയിടത്തൊക്കെ സെലക്ട് ആയി. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്ന സാലറി അവരാരും തരില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് വലിയൊരു എമൗണ്ട് നേടാൻ പോകുന്നത്. നമ്മുടെ പ്ലാൻ സക്സസ് ആക്കാനായിട്ട് ഒരു നല്ല ആൾ നമുക്ക് ആവശ്യമുണ്ട്. ഒരു പക്ക ബിസിനസ്മാൻ ആകാൻ പാടില്ല. ബിസിനസ് ചെയ്ത് വലിയ ആളാകാൻ ആഗ്രഹിക്കുന്ന ഒരാളെ നീ നോർത്ത് പറഞ്ഞേ. എന്തെങ്കിലും നേടണമെന്ന് വിചാരിക്കുന്ന ഒരാളെയാണ് നമുക്ക് ആവശ്യം. സതീഷ്, എൻ്റെ ജേർണലിസ്റ്റ് സോഷ്യൽ സർവീസ് എക്സ്പീരിയൻസിൽ ഒരു നല്ല മനുഷ്യനെ ഞാൻ കണ്ടുമുട്ടി. അദ്ദേഹം നിന്റെ പ്ലാനിന് പറ്റിയ ആളായിരിക്കും. നീ വിചാരിക്കുന്നത് പോലെ തന്നെ അവർക്കും വിജയിക്കണമെന്നുള്ള ലക്ഷ്യമുണ്ട്. അദ്ദേഹവും സോഷ്യൽ വർക്കറാണ്. ആ ബിസിനസ് കാർഡുണ്ട്. നീ പോയി മീറ്റ് ചെയ്യ്. നിന്റെ പ്ലാൻ എന്തായാലും നടക്കും. താങ്ക്സ്. കോൾ ചെയ്തിട്ട് ഞാൻ പോയി കണ്ടോളാം. താങ്ക്സ് ഒക്കെ എന്തിനാ? വാ വാ. ഒരു പൂവും ചൊല്ലാതൊരു മൊഴിക്കാതിൽ കൊഞ്ചും നേരം പ്രേമം കണ്ടേ നിൻ കണ്ണിൽ. ഒരു ഈറൻ മേഘത്തേരിൽ വാനിൽ ചന്തം ചാർത്തി വർണ്ണ കുടയായി വന്നവളെ. കുളിരിന് കൂട്ടായി നീയല്ലേ തനിയെ തനിയെ എന്നുള്ളിൽ നീലവായി വന്നവളെ. ഇനി നീയാണ് സ്വർഗം. ഒരു പൂവും ചൊല്ലാതൊരു മൊഴിക്കാതിൽ കൊഞ്ചം നേരം കൂടെ വരുമോ നീ എൻ പ്രിയനേ? ഹൃദയത്തിനിതളിൽ മുത്തങ്ങൾ ചൊരിഞ്ഞാൽ തലൈ മുതൽ കാൽ വരെ തരളിതമായി ഇരുവരിൽ മനസ്സുകൾ അലൈകളിൽ അലിയവേ
ജന്മമിനിയും കാണില്ലേ മറയാതെ ഈ പൊൻസന്ധ്യാകാലങ്ങൾ. വർണ്ണ നിലവാ എൻ സ്വർഗം അടി നീതാനേ എൻ സഖി. ഒരു പൂവും ചൊല്ലാതൊരു മൊഴിക്കാതിൽ കൊഞ്ചും നേരം പ്രേമം കണ്ടേ നിൻ കണ്ണിൽ. ഒരു ഈരൻ മേഘത്തേരിൽ വാനിൽ ചന്തം ചാർത്തി വർണ്ണ കുടയായി വന്നവളെ. കുളിരിന് കൂട്ടാൻ നീയില്ലേ തനിയെ തനിയെ എന്നുള്ളിൽ. വർണ്ണ നിലവാ വന്നവളെ ഇനി നീയാണൽ സ്വർഗം. രാമുദലി, പ്ലീസ് ഇട്ടോ. താങ്ക് യു. നിഖിത നിങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. സർ, മൈ നെയിം ഈസ് സതീഷ്, MBA. ഫാദർ നെയിം ഈസ് മണിവണ്ണൻ, മദർ നെയിം ഈസ്. നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സ് 3 പേരുടെ നമ്പർ എഴുതിക്കേ. ഹലോ, വളരെ ക്ലോസ് ആയവരുടെ. ഹലോ, ഞാൻ രാമദുരയാ സംസാരിക്കുന്നത്. സതീഷ് നിങ്ങളുടെ ഇന്ന് കടം വാങ്ങിച്ചിട്ടുണ്ടോ? സർ ഇല്ല സർ, അവൻ നല്ല ചെക്കനാണല്ലോ. നിങ്ങൾ അയാൾക്ക് കാശ് വല്ലതും കൊടുക്കാനുണ്ടോ? ഇല്ല സർ, അങ്ങനെയൊന്നുമില്ല. അതോ അവൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച് മുങ്ങിയതാണോ? സാർ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അവൻ അങ്ങനെ കാശ് ചോദിക്കുന്ന ആളല്ല. ഓ, അവൻ എന്തിനാ സാർ കാശ്? അവൻ ഇതുവരെ ആരുടെ ഒരു കാശ് പോലും ചോദിക്കാറില്ല. ഹലോ ഹലോ, ആരായിരിക്കും? നിങ്ങൾക്ക് സതീഷിന്റെ കുടുംബത്തെ കുറിച്ച് അറിയോ? അറിയാലോ. അയാളുടെ അച്ഛനും അമ്മയ്ക്കും സുഖം തന്നെയല്ലേ? ഇപ്പൊ എന്താ ചെയ്യുന്നത്? അവന്റെ അച്ഛൻ റിട്ടയർഡ് ആർമി ഓഫീസറാണ്. അവന്റെ അമ്മ ഹൗസ് വൈഫാണ്. ഉള്ളതാണല്ലോ അല്ലേ? വിശ്വസിക്കാം സർ. ഹലോ ഹലോ ഹലോ, സതീഷിന് എന്തെങ്കിലും ഇല്ലീഗൽ കോണ്ടാക്ട്സ് ഉണ്ടോ? അയാളെ എത്രത്തോളം വിശ്വസിക്കാം? സാറേ, അദ്ദേഹം നല്ലപോലെ പഠിച്ചിട്ടുണ്ട്. എനിക്കറിഞ്ഞ് ഒരു ഇല്ലീഗൽ കോണ്ടാക്ട്സും ഇല്ല. എന്ത് പണി കൊടുത്താലും നല്ലപോലെ ബെസ്റ്റ് ആയിട്ട് ചെയ്തേക്ക് സാർ. 100% വിശ്വസിക്കാം സാർ. എന്താ സാർ ഇങ്ങനെയൊക്കെ? സാറിൻ്റെ ഇൻ്റർവ്യൂ ട്രീറ്റ്മെൻ്റ് ഒക്കെ വ്യത്യസ്തമാണല്ലോ. സതീഷ്, ഇത് IT കമ്പനിയല്ല. നിങ്ങളുടെ റെസ്യൂം കണ്ടിട്ട് ജോലി തരാൻ. സാർ, നിങ്ങളെ ഉപയോഗിച്ച് ഞാൻ എൻ്റെ പ്ലാൻ വർക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. അതോടുകൂടി സാറ് വലിയൊരാളായി മാറും. വലിയ എമൗണ്ടുകൾ കാണാൻ പോകുന്നു. ഈ ലോകത്തിലുള്ള ഒരുപാട് ആൾക്കാർ ഗോൾഡ്, ഡയമണ്ട്, റിയൽ എസ്റ്റേറ്റ്, സിനിമ എന്ന് പറഞ്ഞ് മൂലധനം നിക്ഷേപിക്കാറുണ്ട്. പക്ഷെ നമ്മൾ മനുഷ്യന്റെ സെന്റിമെന്റ്സ്, ആ വികാരമാണ് മൂലധനമായി നിക്ഷേപിക്കാൻ പോകുന്നത്. അതുകൊണ്ട് സാറിന് ഒരുപാട് പോപ്പുലാരിറ്റി കിട്ടും, പണവും കിട്ടും. പക്ഷെ ഇതൊക്കെ ചെയ്യാനായിട്ട് എനിക്കൊരു ഫീസ് വേണം. ഓക്കെ ആണെങ്കിൽ പറഞ്ഞോ, ഡീലിന് റെഡിയാണ്. സതീഷ്, എനിക്ക് പണത്തെക്കാളും പോപ്പുലാരിറ്റിയാണ് വേണ്ടത്. ഒരാളെ പൊക്കാൻ ഈ പോപ്പുലാരിറ്റിയാണ് ഇന്ന് വേണ്ടത്. എനിക്കൊരു കടമയുണ്ട്. അത് കുറേ നാളായി മനസ്സിലിങ്ങനെ കിടക്കുന്നു. സമയം വരുമ്പോ എന്താന്ന് പറയാം. ഹലോ സർ, ഞാൻ അയച്ച കാൻഡിഡേറ്റ് ഓക്കെ ആണോ സർ? പ്രോമിസ് ചെയ്തിട്ടുണ്ട്.
ജോലിയിലെ കഴിവ് നോക്കിയിട്ട് ഒരു തീരുമാനം എടുക്കാം. അതെയോ? ഓക്കെ സർ. കമോൺ, നികിത എങ്ങനെ നിങ്ങൾക്ക് അറിയാം? ആ, അത് താൻ എന്തായാലും അറിഞ്ഞിരിക്കണം. ഒരു ദിവസം ഈ നികിത, എന്റെ പേര് നികിത. ഐ എം ആൻ ഇന്റേൺഷിപ്പ് ജേർണലിസ്റ്റ് സ്റ്റുഡന്റ്. അങ്ങയുടെ ഒപ്പം ഞാനും സോഷ്യൽ സർവീസ് ചെയ്തോട്ടെ സർ. നീ വളരെ ഷാർപ്പാണല്ലോ കുട്ടി. നിന്റെ അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം നിനക്ക് എപ്പോഴും ഉണ്ടാവും. സർ, എനിക്ക് അനുഗ്രഹം നൽകാനായിട്ട് അച്ഛനും അമ്മയില്ല സർ. ഞാനൊരു അനാഥയാണ് സർ. ഞാൻ കുഞ്ഞായിരിക്കുമ്പോഴേ എൻ്റെ അച്ഛനമ്മയും മരിച്ചുപോയി സർ. ആക്സിഡന്റ് സംഭവിച്ചതാണോ അതോ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഇല്ല, സർക്കസിൽ വെച്ചുണ്ടായ ഫയർ ആക്സിഡന്റിൽ വെച്ചാണ് മരിച്ചത്. ആ സർക്കസ് ഫയർ ആക്സിഡന്റ് നടന്ന സമയത്ത് മോൾക്ക് എത്ര വയസ്സായിരുന്നു? 4 വയസ്സാണ് സർ. എന്തിനാ എന്നോട് വയസ്സ് ചോദിച്ചത്? ആ ഫയർ ആക്സിഡന്റ് എങ്ങനെയാണ് ഉണ്ടായതെന്ന് അറിയാവോ? ഇല്ല സർ, അറിയില്ല. ലൈസൻസ് ഇല്ലാതെ, ഫയർ സേഫ്റ്റി ഇല്ലാതെ, എന്തെങ്കിലും ആപത്തുണ്ടായ ഫയർ എഞ്ചിൻ പോലും വരാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് സർക്കസ് നടത്താനായി പെർമിഷൻ കൊടുത്തത് ആ പ്രഭാകരനാണ് മോളെ. പ്രഭാകരൻ? Sir, there was a major fire accident in the circus. I have safeguarded you. Please inform the concerned authorities to destroy all the documents what you have signed. This is very, very important. Take care. Thank you. അവൻ തന്നെ ഇത്രയും പേരുടെ മരണത്തിന് കാരണക്കാരൻ. സർ, ആ ഫയർ ആക്സിഡന്റിന്റെ പുറകില് ഇങ്ങനൊരു കാര്യമുണ്ടെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ആ ഫയർ ആക്സിഡന്റില് എന്റെ ഭാര്യ, എന്റെ കുഞ്ഞ്, അവരെനിക്ക് നഷ്ടമായി. 150-ൽ കൂടുതൽ കുഞ്ഞുങ്ങൾ തീയിൽ വെന്ത് മരിച്ചു. ഒന്നറിയാത്ത പാവം പിഞ്ചു കുഞ്ഞുങ്ങള് കൊല്ലപ്പെട്ടു. അവരുടെ സ്വപ്നങ്ങളില്ലാതായി. ഇതിനൊക്കെ കാരണക്കാർ ആരാണ്? കാശ് കാശെന്നും പറഞ്ഞ് ആർത്തിമുത്ത് നടക്കുന്നുണ്ടല്ലോ. അവനെ MLA ആക്കിയില്ലേ? നമ്മളാണ് കാരണക്കാർ. നമ്മളാ കാരണം. പണത്തിനോടുള്ള ആർത്തി നമ്മളെപ്പോലുള്ള ഒരുപാട് പേരെ അനാഥരാക്കി മോളെ. ഞാൻ തക്കം പാർത്ത് അവനെ കാത്തിരിക്കുകയായിരുന്നു. അവനൊരു പാഠം പഠിപ്പിക്കാനല്ല, തീർക്കാൻ. സാമൂഹ്യ സേവനം ചെയ്യുന്നതിനോടൊപ്പം വേറൊരു കടമയും കൂടിയുണ്ട്. ഇതിന് പിന്നിൽ ഇത്രയും വലിയ കഥയുണ്ടായിരുന്നോ? ശരി, സമയമായി, പോവല്ലേ? ആ, പോവാം സർ. വരൂ, വാ നീത. എടാ, രാമദൂർ സാരെ കണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. 2-3 ദിവസമായിട്ട് കാണാനേ പറ്റിയിട്ടില്ല. എവിടെയാണ്, എന്താണെന്ന് ഒരു വിവരമില്ല. കണ്ടാ പറയാം ചേട്ടാ. ശരിയെന്നാ, ഞാൻ പോയിട്ട് വരാം. ഇല്ല ഇല്ല ഇല്ല, ഞാൻ തീർച്ചയായിട്ടും വരാം. ഓക്കെ ഓക്കെ. എന്താ CM, സുഖം തന്നെയല്ലേ? വിളിക്കാം. സിറ്റിക്കുള്ളിൽ പിച്ചക്കാർക്കൊക്കെ ലാൻഡ് കൊടുക്കുന്നത് ഞാൻ കേട്ടല്ലോ.
അത് സത്യമാണോ? നിങ്ങളോടാണ് ചോദിച്ചത്. നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ കൈ ഒഴിഞ്ഞിട്ട് പോവും. പിന്നെ സമാധാനം പറയണത് ഞാനാ. ദേ നോക്ക്, അവർക്കൊന്നും അത് കൊടുക്കരുത്. ഞാൻ പറയുന്ന പോലെ ചെയ്യേ. ആ സ്ഥലത്തൊരു വലിയ ഗവൺമെന്റ് കോംപ്ലക്സ് ഉണ്ടാക്കി റെന്റിന് കൊടുക്കുക. ഓഹോ, നിങ്ങൾക്കും വലിയൊരു എമൗണ്ട് കിട്ടും. ഞാനും ആ കോൺട്രാക്ട് എടുത്ത് ചെയ്ത് 4 കാശ് ഉണ്ടാക്കട്ടെ. എന്ത് പറയുന്നു? അതിനി നടക്കില്ല. ഇനി ഞാൻ പറയുന്നത് മാത്രമേ നടക്കൂ. ആ സ്ഥലം അവർക്ക് കൊടുത്തു, അത്രേ ഉള്ളൂ. നിന്റെ സമയം ഇതോടെ കഴിഞ്ഞു. ഇനി നീ പറയുന്നതിനൊക്കെ ഞാൻ തലയാട്ടത്തില്ല. ഈ പാർട്ടി ആരംഭിച്ചത് നിന്റെ അച്ഛൻ തന്നെയാ. അതിനു വേണ്ടിയാ ഞാൻ ഇത്ര ദിവസം മിണ്ടാണ്ടിരുന്നത്. ഞാനും എന്റെ അച്ഛന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചു പോകുന്നത്. നിന്റെ കൗണ്ട് ഡൗൺ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നു. മാറ്റൂടാ നിന്നെ. പോടാ. നമസ്കാരം സാർ. എന്താടാ, നീ വലിയ മമ്മൂട്ടിയ മോഹൻലാലാണെന്നാണ് വിചാരം? തമ്പിദുരൈ പറഞ്ഞ പോലെ നീ ശരിക്കും ഒരു ആക്ടർ തന്നെയാടാ. CM-നുള്ള പണി ഞാൻ ഇപ്പോഴകത്ത് കൊടുത്തത്. നീയൊക്കെ കൂടെ ഒന്നു ചേർന്നാലേ ഞാനങ്ങ് പേടിച്ചു പോന്നാ. ഇത് പ്രഭാകരനാടാ. സാർ നമസ്കാരം. രാമദുരൈ സാർ, ഈ MLA-നെ കൊണ്ട് വല്ലാത്ത ശല്യവാ. നിങ്ങളുടെ പേപ്പേഴ്സ് അടുത്ത ആഴ്ച സൈൻ ആവും. നിങ്ങൾ അടുത്ത ആഴ്ച വന്ന് മേടിച്ചോളൂ. സാർ, ഞാൻ അതിനല്ല വന്നത്. ഒരു കാര്യം ചെയ്തു തരാമെന്ന് ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തന്നിരുന്നു. ഞാൻ പറഞ്ഞത് ഉടൻ തന്നെ ചെയ്തേക്കാം സാർ. ആ ശുഭവാർത്ത സാർ അധികം വൈകാതെ തന്നെ കേൾക്കും. ഞാൻ വരട്ടെ സാർ. പറയ്. ശരി, ഞാൻ പിന്നെ വിളിച്ചോളാം. സാറേ. ശരി സാറേ, രാമധര സാർ എവിടെയാ ഉള്ളത് സാറേ? അദ്ദേഹം വിദേശത്തേക്ക് എവിടെയോ പോയതാ മണി. വന്നാലുടനെ ഞാൻ വിളിക്കാം. അച്ഛാ, എന്താ എന്തു പറ്റി? എന്താ വിഷമം? ഒന്നുമില്ല, എനിക്കൊരു കുഴപ്പമില്ല. നീ പോയി ഭക്ഷണം കഴിക്കാൻ നോക്ക്. അച്ഛാ, എനിക്ക് അടുത്ത ആഴ്ച +2 റിസൾട്ടാണ്. അച്ഛാ, വരൂ അച്ഛാ, വന്ന് കഴിക്കുന്നേ. നമസ്കാരം സാറേ. നമസ്കാരം. രാമധര സാറേ, എന്താ സാറേ പാർക്കിംഗ് ഏരിയക്കൊന്നും വരാതിരിക്കുന്നത്? എന്തൊക്കെ ഒളിച്ചു വെക്കുന്നുണ്ട്, പറയൂ സാറേ. രാമധര സാറിന് മനസ്സെന്തോ വിഷമമുണ്ട്. ഞങ്ങളെയെല്ലാം സന്തോഷിപ്പിച്ചവർക്ക് വിഷമമോ? രാമധര സാറിനൊന്ന് കാണണം സാറേ. ഞാൻ കോൾ ചെയ്യാം മണി. അതിനുശേഷം വന്ന് കണ്ടോളൂ. രാമധര സാറ് അടുത്ത ആഴ്ച നിങ്ങൾക്ക് ഇൻക്രിമെന്റ് തരാൻ പോവുകയാണ്. അടുത്ത ആഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല കാര്യമാണ് നടക്കാൻ പോകുന്നത്. രാമധര സാറ് സന്തോഷമായിട്ടിരുന്നാലേ ഞങ്ങൾക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന് വിഷമമുള്ള സമയമാണെന്നിട്ട് ഞങ്ങൾക്ക് ഇൻക്രിമെന്റ് ഒന്നും വേണ്ട സാറേ. ശരി, കളക്ഷൻ ഇപ്പം എത്രയുണ്ട്? 23,000 രൂപ ആയിട്ടുണ്ട് സാറേ. ഓക്കെ, നാളെ തന്നെ പോയി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. ശരി, ഞാൻ വരട്ടെ. രാമധര സാറിനൊന്ന് കാണണം സാറേ. ഉറപ്പായിട്ടും മണി, ഞാൻ കോൾ ചെയ്യാം സാറേ. രാമധര സാറിനെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞോ? ആരോടെങ്കിലും അന്വേഷിച്ചോ? രാമധര സാറിന് സുഖമില്ലാണ്ടിരിക്കണത്രേ. നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഇല്ല ചേട്ടാ, ഞാൻ വരുന്നില്ല. ഒന്ന് കാണണമെന്ന് തോന്നടാ. വാടാ. ഇല്ല. എന്നാ നീ പോയിക്കോ, ഞാൻ പോയിന്ന് കണ്ടിട്ട് വരാം. ആ. എന്റെ ദൈവമേ. എന്തു പറ്റി വിഷമിച്ചിരിക്കുന്നേ?
രാമധര സാറ് ഭയങ്കര മനസങ്കടത്തിലാ ഉള്ളത്. അദ്ദേഹത്തെ പോയി കണ്ടിട്ട് വാ, അതൊരു ആശ്വാസമാകുമല്ലേ. പാർക്കിൽ ഭിക്ഷ എടുത്തിരുന്ന എന്നെ നല്ലൊരു നിലയ്ക്ക് കൊണ്ടുവന്ന അദ്ദേഹത്തിന് ആകെ സുഖമില്ലാന്നറിഞ്ഞപ്പോ എനിക്ക് സഹിക്കാൻ വയ്യാടി. അവർക്കൊന്നും സംഭവിക്കില്ല, നിങ്ങൾ ധൈര്യമായിട്ട് ഇരിക്കേ. ഹൃദയത്തിൽ വേദന എടുത്തപ്പോ കണ്ണ് കലങ്ങുന്ന പോലെ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒന്ന് ആയിക്കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ലടി. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കില്ല. അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കില്ല, നിങ്ങൾ വിഷമിക്കണ്ട. ആദ്യം ടീ കുടിക്കേ. തീയാകും ഓർമ്മകളാലെ ഹൃദയം എരിതിയായേ, വെഞ്ചാമ്പൽ പാറും പോലെ ഉള്ളം എങ്ങോ പോയേ, ഏതോ നിനവുകൾ ആരോ എന്നുള്ളിൽ ഞാനറിയാതെ നോവുകൾ തീർക്കുന്നു. ആഴക്കടലിലെ നീര് തളിച്ചാലും തീയാകും ഓർമ്മകളാലെ ഹൃദയം എരുതിയായേ, വെഞ്ചാമ്പൽ പാറും പോലെ ഉള്ളം എങ്ങോ പോയേ. ഇന്നോളം ഞാൻ വന്ന പാതകൾ, ഇപ്പോഴി മണ്ണിന്റെ പാടുകൾ, നീ തന്ന വാഴ്വിലോ 1000 മാറ്റങ്ങൾ ഉണ്ടായിതാ. ഇറൈവാ ഇറൈവാ വിധിയോ എന്തിനോ ഏതോ നിനവുകൾ ആരോ എന്നുള്ളിൽ ഞാനറിയാതെ നോവു തീർക്കുന്നു. തീയാകും ഓർമ്മകളാലെ ഹൃദയം എരുതിയായേ, ഓ വെഞ്ചാമ്പൽ പാറും പോലെ ഉള്ളം എങ്ങോ പോയേ. മണി, സാറിനെ കണ്ടില്ലേ? എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കുന്ന ആളാ. നമുക്കൊക്കെ വേണ്ടിയാണ് അദ്ദേഹം രാവും പകലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും സന്തോഷത്തിലാണ് കഴിയുന്നത്. പക്ഷെ അദ്ദേഹം, സാറിന് അത്രയേറെ മനസ്സിന് വിഷമമുണ്ടായിട്ടാണ് നമ്മളെ നോക്കാതെയും മിണ്ടാതെയൊക്കെ ഇരിക്കുന്നത്. ഇവിടെ ഓരോരുത്തന്മാർ ചത്തോ ജീവിച്ചോ എന്ന് നോക്കാതെ പോലും ഓരോരുത്തന്മാർ അവരുടെ ജോലി നോക്കി പോകുന്നു. നമ്മുടെ കുറവുകളൊക്കെ സ്വന്തം തോളിലേറ്റി ഒരു തരിമ്പോലും അപമാനം തോന്നാതെ നടന്ന ആളാണ്. വെറും പുൽക്കൊടിയായിരുന്ന നമ്മളെ ഒരു വലിയ മരമാക്കി മാറ്റിയ മനുഷ്യനെ വേദനിപ്പിച്ചുകൊണ്ട് നമുക്ക് ആർക്കെങ്കിലും ജീവിക്കാൻ കഴിയുമോ? വെള്ളക്കാരുടെ പേടി സ്വപ്നമായിരുന്ന വീരപാണ്ഡ്യ കട്ടബൊമ്മൻ തൂക്കിലേറ്റപ്പെട്ടു. എന്തിന്? വെള്ളക്കാരെ എതിർത്ത് നേർക്കുനേർ നിന്ന് പോരാടിയ പഴശ്ശി അവരുടെ കയ്യാൽ കൊല്ലപ്പെട്ടു. എന്തിന്? സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ നെഞ്ചിൽ വെടിയേറ്റ് പിടഞ്ഞു വീണില്ലേ സാധുക്കളായ ഒരുപാട് ജനങ്ങൾ. എന്തിനായിരുന്നു അത്? തന്റെ ജീവൻ പോയാലും സാരമില്ല, നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടാനായിരുന്നില്ലേ? നമുക്കെല്ലാവർക്കും ജീവൻ തന്ന ഒരാൾക്ക് അപകടം സംഭവിച്ചാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ചോറ് തന്ന കൈ ഇപ്പോ തൊഴുതു നിൽക്കുന്നു. രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് മണി. സതീശ, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. സാറേ,
ജീവിതം കൊടുത്തവരെല്ലാം നശിച്ചു പോയി സാറേ. ഈ ലോകത്തിൽ ഒരു ജീവൻ പോലും ഉണ്ടാവില്ല സാറേ. ഞാൻ എന്റെ ഉത്തരവാദിത്തമാ ചെയ്തു സാറേ. മണി, സതീഷ, ദ റിയൽ ഗെയിം സ്റ്റാർട്ട്സ് നൗ. മണി ഇത് ചെയ്യൂ. സ്നേഹം എന്ന ഇമോഷനാണ് സാർ വർക്കൗട്ട് ചെയ്തത്. അതെങ്ങനെ കത്തിജ്വലിച്ച് കയറുമെന്ന് സാറ് കണ്ടോ? എന്താണ് നമ്മുടെ പദ്ധതി? അതിന് ഞാൻ എൻ്റെ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് സാർ. വർക്കൗട്ട് ആകുമെന്ന് ഉറപ്പുണ്ടോ? കാശ് കൊടുത്ത് ചെയ്യുന്നതല്ല അത്. പിന്നെ ഇമോഷൻസ് വെച്ച് വർക്കൗട്ട് ചെയ്യും. ഇൻവെസ്റ്റ്മെന്റ് ബുദ്ധിമാന്മാരുടെ ഫോർമുല. സ്വർണത്തിൽ, റിയൽ എസ്റ്റേറ്റിൽ, അങ്ങനെ പല മേഖലകളിലും ഇൻവെസ്റ്റ് ചെയ്തു. എമോഷൻസ് മനുഷ്യന്റെ വീക്ക്നെസ്. അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട്. അടുത്ത സെക്കൻഡിൽ എന്ത് നടക്കുമെന്നറിയാത്ത ലൈഫിൽ സ്വർണത്തിലും റിയൽ എസ്റ്റേറ്റിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്പന്മാരാണ്. പക്ഷേ എമോഷൻസ് അങ്ങനെയല്ല. പ്രകൃതി തന്ന നിധിയാണ്. മനുഷ്യൻ വിലകൽപ്പിക്കാത്ത നിധി. അതെ, എമോഷൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ് ഞങ്ങളെന്ന് വെച്ചാൽ ഞങ്ങൾ തന്നെ. യെസ്, കണ്ടോളൂ സർ, ഈ ഇന്റർവ്യൂ ഇപ്പോൾ എത്ര വൈറലാകുമെന്ന് സാർ കണ്ടോളൂ. സാറേ, രാമന്തർ സാർ ഇപ്പൊ എങ്ങനെയുണ്ട് സാറേ? ഇപ്പോഴും അങ്ങനെ തന്നെയാണ് മണി. ആ MLA പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക. സാറേ, ആ MLA ഒരു തോക്കൊണ്ട് ഷൂട്ട് ചെയ്തിട്ട് സാറേ. ഏയ്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല മണി. അവന് ചുറ്റും നല്ല ടൈറ്റ് സെക്യൂരിറ്റി ഉണ്ട്. സാറേ, ഞാനൊരു ഐഡിയ വെച്ചിട്ടുണ്ട് സാറേ, അത് ചെയ്യാം സാറേ. സൂക്ഷിച്ച് ചെയ്യണം മണി. സർ, വീര്യമുള്ള ഒരു വിത്ത് ഞാൻ മണ്ണിനുള്ളിൽ കുഴിച്ചിട്ടുണ്ട്. അത് പൊട്ടിമുളച്ച് പുറത്തു വരാൻ പോകുന്നു. വെരി ഗുഡ്. ചേട്ടാ, ഇന്നലെ ഒരു കോമഡി എന്നേ, അത് കേട്ട് ചിരിച്ചിരിച്ച് എന്റെ വയറ് പുണ്ണായി. നീ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കുന്നത്? ചേട്ടാ, ഇന്നലെ എന്റെ കല്യാണമല്ലായിരുന്നു, അതുകൊണ്ടല്ലേ ലീവ് ഇട്ട്. ഇവരെത്ര കല്യാണം കഴിക്കണം? അയ്യോ ചേട്ടാ, എന്റെ അല്ല, എന്റെ ഫ്രണ്ടിന്റെ കല്യാണം. അതിനു വേണ്ടിയാ ഞാൻ ലീവ് ഇട്ട് പോയത്. കാശ് ഉണ്ടാക്കാനുള്ള വഴി നോക്കടാ. ഞാൻ വെറുതെ ലീവ് ഇടില്ലെന്ന് ചേട്ടൻ അറിയാമല്ലേ. സാറേ, എന്താ? നമസ്കാരമുണ്ട് സാറേ. എന്താ വേണ്ടത്? എന്താന്ന് പറയടാ? വിടില്ല, വിടില്ല ഞാൻ. എന്നെ വെറുതെ വിട്ടേക്ക് സാറേ. അയ്യോ, എന്താ പറ്റിയത്? എന്താ പറ്റിയേ? എന്തിനെങ്ങനെ ചെയ്തേ? എന്തെങ്കിലും സ്വപ്നം കണ്ടോ? ഒന്നുമില്ല. എന്താ പറ്റിയേ? പറയേ. ഒന്നുമില്ല. എന്നോട് പറ. കുടിക്കാൻ ഇത്തിരി വെള്ളം കൊണ്ടോ? ശരി, കൊണ്ടുവരാം. ധൈര്യമായിട്ടിരിക്കേ.
സാർ, അമ്പലത്തിലേക്കെല്ലാം വന്നിട്ടുണ്ടല്ലോ. വർഷത്തിൽ ഈ ഒരു ദിവസമാണ് ഞാൻ അമ്പലത്തിൽ വരുന്നത്. സർ, ഇന്ന് സാറിന് പിറന്നാളല്ലേ, അതല്ലേ കാര്യം. ഇന്നെൻ്റെ പിറന്നാൾ മാത്രമല്ല, എൻ്റെ ഭാര്യയും കുഞ്ഞും സർക്കസ് ആക്സിഡൻറ്റിൽ മരിച്ച ദിവസം. അവർ പോയതിനു ശേഷം എനിക്കെന്ന് പറഞ്ഞ ആരുമില്ല. സോറി സർ. ഇറ്റ്സ് ഓക്കെ. ഹലോ, കൺഗ്രാചുലേഷൻ സാർ. പറയൂ സാർ. രാംദുര സാർ, MG ഒന്ന് നിങ്ങളുടെ അക്കൗണ്ടിലോട്ടോ 6.8 crores ആണ് വന്നേക്കുന്നത്. ഓ, അതെ സാർ, നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും തീർച്ചയായിട്ടും ഒന്ന് കാണണം സാർ, മറക്കരുത് സാർ. ഓക്കെ സാർ, താങ്ക്സ് സാർ. സതീഷ, തൻ്റെ 1 കോടി സെറ്റിൽ ചെയ്യാനുള്ള സമയം എടുത്തു. ആ അമേരിക്കൻ NGOയിൽ നിന്ന് എമൗണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. സതീഷ്, നീ പറഞ്ഞതുപോലെ പ്ലാൻ ചെയ്ത് കോടീശ്വരനായല്ലോ. സർ, എക്സ്ട്രാ കാശ് എന്തെങ്കിലും കിട്ടുമോ? സതീഷ, നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല. ഇതിന് പിന്നിലും എന്തെങ്കിലും പ്ലാൻ വെച്ചിട്ടുണ്ടോ? സർ, അങ്ങനെയൊന്നുമില്ല സർ. എമൗണ്ട് വന്നിട്ടുണ്ട്, സാറിൻ്റെ പിറന്നാളുമാണ്, രണ്ടും ചേർത്ത് നമുക്ക് അടിച്ച് പൊളിക്കാം സാർ. മേളകൊട്ടി താളകൊട്ടി നാല് ചുറ്റും മൈക്ക് കെട്ടി മൊത്ത ജനം കൂടികിട്ട് മാലകിട്ട് വാത്തിടണം. പമ്പരമായി ചുറ്റി വന്ന് ഗംഭീരമായി നടന്ന് മീശ തൂക്കി പിരിച്ചു വെച്ച് വിസിലടിക്കടാ. ഹായ്, ചുമ്മാ ചുമ്മാ കറങ്ങി വന്ന് ഹെയർ കളർ പളന്ന് കജാപിടി ഒന്ന് സിപ്പടിക്ക് ചിന്ന കണ്ണമ്പ്രൻ മീൻ ഒന്ന് അസാട്ട കണ്ണ് കാട്ടി ചങ്ക് കാട്ടി മുന്നിൽ വന്ന് വിസിലടിക്കടാ. ഹേ, നിനക്കുണ്ട് എനിക്കുണ്ട് സ്വന്തം ബന്ധം പിന്നാലെ, സ്വന്തമില്ല ബന്ധമില്ല കാശും പണം പോയാല് ഉറ്റവനായി കരുതിടാം, കൂടെ തന്നെ നിന്നിടാം, മൊത്തമായി നിന്നാൽ എന്റെ മൊത്തം ഉയരം തന്നിടാം. വിസിലടി. അൻപിനൊന്നും പഞ്ചമില്ല, അല്പതരം പണ്ടേ ഇല്ല, ഇറങ്ങിവാടാ ഗോതയിലെ 8 ദിക്കും അൻപ് മഴ. ജാതി മതം മനസ്സിലില്ല, ചണ്ടയ്ക്കൊന്നും പോയതില്ല, നീയും ഞാനും ചങ്കും കരളും വാടമച്ചാനേ. പള്ളിക്കൂടം പോയതില്ല, MBL FMS കണ്ടവനാടാ, എന്നും തല തങ്കശീല, കാലമെല്ലാം മനസ്സിനുള്ളിൽ കുടിയിരുത്തടാ. എന്നും എന്നും കടൽ പോലെ അലകടിക്കുമേ, മാമ മച്ച പോലെ വന്ന് മനസ്സ് തന്നാലേ, മുട്ട ദോശ പൊടി മീന് നിനക്ക് മുന്നിലേ, ചങ്ക പോലെ കൂടെ നിൽക്കും വാടാ മോനെ നീ. വിസിലടി 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 മച്ചാ. ദില്ലാട്ടം ദുമുക്കുതാ, ദില്ലാട്ടം ദമുക്കുതാ, കുമ്മാളമായി അടിപ്പാട് വായി നിറച്ച് പാട്ടുപാട്, സിംഗം പോലെ സട കുടഞ്ഞ് നെഞ്ചിൽ മാനായി നടന്ന് എന്നും തലയായി വന്ന് വിസിലടിക്കടാ.
പ്രഭാകർ സാർ, സാറിന്റെ ലൈഫിന് ഒരു ആപത്തുണ്ടെന്ന് ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. ഒന്ന് സൂക്ഷിച്ച് ജാഗ്രതയായിട്ടിരിക്കണം. കൊള്ളാം സാറേ, ഇതുപോലുള്ള ഒരുപാട് ഭീഷണികളെ കണ്ടവനാ ഞാൻ. ഇതിനൊക്കെ പേടിച്ചാൽ പൊളിറ്റിക്സ് നിൽക്കാൻ കഴിയുമോ? ഇതൊന്നും എനിക്കൊരു പുതിയ കാര്യമല്ല, ഞാൻ നോക്കിക്കോളാം. ശരിടാ, ഞാൻ പോവാ. അപ്പൊ സാറേ, താങ്ക് യു. എടോ, നിങ്ങളുടെ MLA ശരിക്കും ഒന്ന് നോക്കണം കേട്ടോ. ആരൊക്കെ അദ്ദേഹത്തെ കാണാൻ വന്നാലും ചെക്ക് ചെയ്ത് അകത്തേക്ക് വിടരുത്. ഓക്കെ ഞങ്ങൾ നോക്കണം കേട്ടോ. എടാ, മനസ്സിലായോ? മനസ്സിലായിട്ടാ? അതെ, സെക്യൂരിറ്റി ഗേറ്റ് അടയ്ക്ക്. ഹലോ ഹലോ അച്ഛാ, ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായ അച്ഛാ. എന്താടേ കേൾക്കണേ? വളരെ സന്തോഷായി. ശരി, നിന്നെ നല്ലൊരു കോളേജിൽ ഞാൻ പഠിപ്പിക്കാൻ വിടാം. ശരി വെക്കട്ടെ മോനെ. ഞാൻ നിങ്ങൾക്ക് മാസം 10,000 രൂപ ശമ്പളമായിട്ട് തരാം. താമസിക്കാൻ വീട് തരാം. നിങ്ങളുടെ മക്കളെയൊക്കെ പഠിപ്പിക്കാനുള്ള ഏർപ്പാട് ചെയ്യും. ഇൻഷുറൻസും എടുക്കും. പറയൂ മണി. സാർ, എന്റെ മോൻ +2 ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി സാറേ. ആ, അതൊരു നല്ല കാര്യമാണല്ലോ. എനിക്ക് രാമധര സാറിന്റെ അടുത്ത് സംസാരിക്കണമല്ലോ. എന്റെ ആശംസ അറിയിച്ചേക്ക്. ആ, ഇവിടെ തന്നെയുണ്ട്. ആ, ഞാൻ കൊടുക്കാവേ. സർ, മണി ലൈനിലുണ്ട്. നമ്മുടെ മണി? അതെ സർ. ആ, പറ മണി. സാറേ, എന്റെ മോൻ +2 പാസ്സായി സാറേ. അത് ഫസ്റ്റ് ക്ലാസ്സിലെ പാസ്സായിരിക്കുന്നേ. ആഹാ, നല്ല കാര്യമാണല്ലോ. ഇപ്പോഴാ സമാധാനമായി സാറേ. സാറ് മാത്രം ഇല്ലായിരുന്നെങ്കിൽ പാർക്കിലും റോഡിലും ബീച്ചിലും ഒക്കെ പിച്ചെടുക്കേണ്ടി വന്നേനെ സാറേ. ഞങ്ങൾ സന്തോഷമായിട്ടായിരിക്കാനുള്ള കാരണം സാറ് മാത്രമേ ഉള്ളൂ സാറേ. ഏയ്, അങ്ങനെയൊന്നും അല്ല മണി. തന്റെ മോൻ നന്നായി പഠിച്ചു പരീക്ഷ എഴുതിയപ്പോ പാസ്സായി. നന്നായി അധ്വാനിച്ചതിന്റെ ഫലം അവന് കിട്ടി. അവൻ ഇനി ഒരുപാട് ഉയരങ്ങളിലെത്തണം. ഈ ലോകത്ത് ആരും പിച്ചക്കാരായല്ല ജനിക്കുന്നത്, പിച്ചക്കാരായി മാറ്റുന്നതാണ്. ഒരു മനുഷ്യൻ എപ്പോഴാണ് താഴെ വീഴുന്നതെന്ന് നോക്കിയിരിക്കുക. അവനെ താങ്ങിപ്പിടിക്കണമെന്ന് ഒരാളും ചിന്തിക്കാറില്ല. പക്ഷെ ഞാൻ ചിന്തിച്ചു. അത്രേ ഉള്ളൂ മണി. എന്റെ കൂടെയുള്ളവരെ പിരിച്ച ഞാനും പിച്ചക്കാരൻ തന്നെയാണ്. അതാണിപ്പോ MLA പ്രഭാകരൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മണി, നിന്റെ മോനെ ഞാൻ എത്ര വേണമെങ്കിലും പഠിപ്പിക്കാം. അതോർത്ത് വിഷമിക്കണ്ട. ഹലോ മണി, എല്ലാം ഓക്കെ ആണോ? എല്ലാം ശരിയാക്കി സാറേ. ഫ്ലാഷ് ന്യൂസ് വരും സാറേ. ശരി മണി, ഞാൻ വിളിക്കാനേ. ഫ്ലാഷ് ന്യൂസ് വരും സാർ. ഫ്ലാഷ് ന്യൂസ് വരും. ചേട്ടാ, എനിക്ക് സാറിനൊന്ന് കാണണം ചേട്ടാ. ഒരു മിനിറ്റ്. ഒരു നിമിഷം സാറേ, ആരോ MLA കാണാൻ വന്നേക്കോ സാറേ. അതെയോ? ശരി, അകത്ത് കയറാൻ പറയ്. അകത്ത് Security, check ചെയ്ത് വെച്ചേ. മധുരപലഹാരമാണ് സാറേ. നീ ഇവിടെ തന്നെ ഞാനിപ്പോ വരാം. ശരി അച്ഛാ.
സാറേ നമസ്കാരമുണ്ട് സാർ. സാറേ സുഖം തന്നെയല്ലേ സാറേ? ആ സുഖമായിട്ടിരിക്കുന്നു. എന്റെ മോൻ +2 പാസ്സായി. ലയോള കോളേജിൽ പഠിച്ചവളെന്ന് ആഗ്രഹമുണ്ട്. അവനൊരു സീറ്റ് വാങ്ങിച്ചു തന്നാ വളരെ സന്തോഷം ഉണ്ടാവും സാറേ. ജീവിതകാലം മുഴുവൻ മറക്കില്ല സാറേ. താനൊക്കെ എന്ത് സ്വപ്നമാണോ കാണുന്നത്? പിള്ളേരെ IIT പഠിപ്പിക്കണം, ISROയിൽ ജോലി ചെയ്യണം, എയ്റോപ്ലെയിൻ ഓടിക്കണം. എന്താടോ എപ്പോഴും കഴിവിനപ്പുറത്തുള്ള സ്വപ്നങ്ങളാണോ കാണുന്നത്? എന്ത് കുന്തലാവട്ടെ. തന്റെ മകനെ ലയോളയിൽ തന്നെ സീറ്റ് മേടിച്ചു തരാം. നാളെ ഫീസ് അടയ്ക്കണം, അതടയ്ക്കണം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കരുത്. ഇല്ല സാറേ, അങ്ങനെയൊന്നും ശല്യം ചെയ്യില്ല സാറേ. എന്റെ ജീവിതം പണയം വെച്ചാലും എന്റെ മകനെ പഠിപ്പിക്കും സാറേ ഞാൻ. ആയിക്കോട്ടെ, ശരി പോ. വളരെ നന്ദിയുണ്ട് സാറേ. ചേട്ടാ ഒന്ന് ഫോൺ വിളിച്ചേക്ക്. വിളിക്കടാ അവനെ, നടന്ന് ചോദിക്കേ. ശരി, നീ വീട്ടിൽ പോയിട്ട് അമ്മയുടെ അടുത്തിരുന്നോ. ശരി, ഞാൻ അങ്ങോട്ട് ഉടനെ വന്നേക്കാം. ഞാൻ നോക്കിക്കോളാം. മറന്നുപോയി സാറേ, സ്വീറ്റ് എടുത്തുള്ളൂ സാറേ. സ്വീറ്റ് പോലും ബ്രാൻഡഡ് മാത്രമേ കഴിക്കുള്ളൂ. സാറേ സാറിന് വേണ്ടി വാങ്ങിച്ചുണ്ടോന്നോ സാറേ? എനിക്ക് വേണ്ടിയായിരുന്നു. ശരി, കൊടുത്തിട്ട് പോ. അതല്ല സാറേ, ഇത്രയും വലിയ സഹായം ചെയ്തതല്ലേ. എന്റെ കൺമുമ്പിൽ ഒരു കഷ്ണം എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ എന്റെ മനസ്സ് തൃപ്തിയാവില്ല സാറേ. ചേട്ടാ ഒരു സ്വീറ്റ് എടുത്ത് കഴിച്ചേക്ക്, അല്ലെങ്കിൽ പുറത്ത് പോയി ഇല്ലാതൊക്കെ പറഞ്ഞു വയ്ക്കും. എടുത്ത് കഴിക്കുന്നേ. നിങ്ങൾ കഴിച്ചാലും നിങ്ങളെക്കുറിച്ച് പോയി നല്ലത് പറയൂ. എടുത്ത് കഴിക്കുന്നേ. ശരി. സാറേ 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 എന്താ? എനിക്ക് വിഷം വേണം. വിഷമൊന്നുമില്ല. ആരാ പറഞ്ഞേ? പുറത്തുള്ളവർ പറഞ്ഞത് കേട്ടതാ, അതുകൊണ്ടാ സാറേ. അങ്ങനത്തെ ഒന്നുമില്ല. നീ ഇവിടുന്ന് പോ. സാറേ 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 ഇത്തിരി തന്നാ മതി സാറേ. എത്ര വേണമെങ്കിലും പൈസ തരാം. പൈസയോ? ശരി, നീക്ക് വരാം. ഭയങ്കരമായ വിഷമാ. കയ്യില് തൊട്ടിട്ട് വായിലും അങ്ങനെ വെച്ചേക്കരുത്, ചത്തുപോയേക്കും. ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യും. ശരി സാറേ. എന്നാ പൈസ. പൈസയോ? പോ പോ പോ, ഇവിടുന്ന് പോ. ചേട്ടാ എന്ത് പറ്റി? ചേട്ടാ എന്ത് പറ്റി? ചേട്ടാ എന്ത് പറ്റി? ചേട്ടാ പറയടാ. അവനെ പിടിക്കണം. ചേട്ടാ എന്ത് പറ്റി? ചേട്ടാ എന്താ പറ്റിയത്? ചേട്ടാ അവനെ പിടിക്കും. എന്ത് പറ്റി? സെക്യൂരിറ്റി അവനെ പിടിക്കുക.
ജനതാ പാർട്ടിയുടെ മെമ്പറായ കന്ദസ്വാമിയുടെ മോൻ MLA പ്രഭാകരൻ ഇന്ന് രാവിലെ സൂസൈഡ് ചെയ്തു. രാഷ്ട്രീയത്തിൽ വലിയ പിടിയുള്ള പ്രഭാകരൻ കൂട്ടുകാരുടെ പാർട്ടിയിലിടയിൽ നിന്ന് സൂസൈഡ് ചെയ്തതാകെ കണ്ടെത്തപ്പെട്ടു എന്ന് പോലീസുകാർ അറിയിക്കുന്നു എന്നാണ് പറഞ്ഞു വരുന്നതും. അതെ അളിയാ, വാർത്ത കണ്ടോ? അവിടെ അടുത്തൊരു പെണ്ണ് തൂങ്ങി മരിച്ചോന്ന്. മരിച്ചുപോയ പ്രഭാകരന് ഒരു ഭാര്യയും 2 മക്കളുമുണ്ട്. MLA പ്രഭാകരന്റെ സൂസൈഡ് ഈ രാഷ്ട്രീയത്തിൽ ഒരു വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. അതെടുത്ത് ആ ഫയൽ തന്നെ എടുക്ക്, അതെടുക്കാൻ. ഹലോ രാമദുരേ, നിങ്ങൾ എന്തെടുത്തോണ്ടിരിക്കുവാണ്? ഞാൻ കേട്ടത് സത്യമാണോ? അതെ സാർ, സത്യവാ. ഹലോ ഹലോ ഹലോ. എന്തോരം ടാലന്റഡ് ആയ ആളാണ് സാർ നിങ്ങൾ. എന്തുകൊണ്ട് ഒന്നും അറിയാണ്ട് ഇങ്ങനെ ഒന്ന് കുടുങ്ങിയത്? നിങ്ങൾ ആരാ? എന്താ വേണ്ടത്? നമ്മൾ റെഗുലർ ആയിട്ട് കാണുന്ന കുളത്തിന് അങ്ങോട്ട് വരും, ഞാൻ അങ്ങോട്ട് വരാം. എന്നെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എന്നെ നിങ്ങൾക്ക് നല്ലപോലെ അറിയാം, ഞാൻ നേരിൽ വരാം. ഹലോ ഹലോ ആരാ ഇത്? സാറേ, ഒരു മിനിറ്റ്, ഇത് മണി നിങ്ങളുടെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞാ, പക്ഷെ ഞാൻ നാട്ടിൽ പോയി വരണം മറന്നുപോയി സാറേ. സതീശ, ഈ ഫോൺ ചെയ്തത് ആരായിരിക്കും? എനിക്കറിയില്ല സാർ. സാറേ നമസ്കാരം. സാറ് ദീർഘായുസോടെ ഇരിക്കണം. അപ്പോഴേ ഞങ്ങളെ പോലുള്ളവരൊക്കെ നന്നായിട്ടിരിക്കുള്ളൂ. പല പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഞങ്ങൾ എങ്ങനെയൊക്കെ നോക്കുന്നു. ഞാനായി MLA കത്തിക്കൊണ്ട് കുത്തിക്കൊന്നാൽ സാറിനല്ലേ ആ ചീത്തപ്പേര് വരിക. അതുകൊണ്ട് 100 പേര് ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുത്തം മരിച്ചാൽ തെറ്റേയില്ല. വഴിപാട് നിറവേറുന്നത് മാറി ഇപ്പോഴാണ് എന്റെ കാര്യങ്ങളൊക്കെ നിറവേറിയത്. സതീശ, സർ, നമ്മുടെ പ്ലാൻ പ്രകാരം മണി പ്രഭാകരനെ കൊല്ലും. അതിനുശേഷം CMന്റെ പവർ വെച്ച് മണി നമുക്ക് പുറത്തുകൊണ്ടിരും. എന്റെ സ്വാർത്ഥതയ്ക്ക് മറ്റൊരാൾ ബലിയാടാവാൻ പാടില്ല. സർ, സർ, മണി. സതീശ, MLA എങ്ങനെയെങ്കിലും തീർക്കണമെന്ന് വിചാരിച്ചതാ. മണിയും ചേർന്ന് പോയല്ലോ. ഒന്ന് ചീഞ്ഞാൽ മാത്രമേ മറ്റേത് വളരൂ സാർ. ഞാൻ സ്നേഹം കൊടുത്ത ആളാക്കി ഞാൻ തന്നെ അവനെ കൊന്നുകളഞ്ഞു. എന്തൊക്കെ സ്വപ്നങ്ങളുമായിട്ടാ അയാള് ജീവിച്ചിരുന്നത്. എന്നിട്ടിപ്പോ നമ്മളേക്ക് വിട്ട് അയാൾ പോയില്ലേ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സർ, അത് വിട് സാർ, ഇങ്ങനെ വിഷമിക്കാതെ. നമ്മുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല സാർ. സർ, നിങ്ങളെ എവിടെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. കണ്ടിട്ടുണ്ടാവും സർ. ഞാനാണ് CMന്റെ PA. അതായത് ഈ മനുഷ്യൻ്റെ എമോഷനിലെ എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് കണ്ടില്ലേ സർ? നിങ്ങളുടെ വിചാരം ആ MLA മരിച്ചു എന്നല്ലേ? പക്ഷേ അത് സത്യമല്ല. CM വിരിച്ച എമോഷണൽ വലയിൽ നിങ്ങൾ വന്ന് കുടുങ്ങിയതാണ്. CMന് MLA കൊല്ലാൻ ഒരാൾ ആവശ്യമുണ്ടായിരുന്നു. അങ്ങേര് ചെയ്ത പ്ലാനിൽ നിങ്ങൾ അറിയാതെ വന്ന് കുടുങ്ങിപ്പോയി. ഇതിലാരാ സർ കുറ്റവാളി? CM അല്ലേ? ഇത് ശരിക്കും മാസ്റ്റർ പ്ലാനാണ് സർ. നിങ്ങളൊരു കാര്യം ചെയ്യണം സർ, നമ്മുടെ CMനെ പൊക്കണം.
എന്നെ വിശ്വസിച്ച് വന്നവനെ എന്റെ കൈകൊണ്ട് തന്നെ കൊല്ലിച്ചു. ഈ കുറ്റബോധത്തിൽ നിന്ന് ഞാൻ എങ്ങനെ പുറത്തു കിടക്കണം? അയാളുടെ മരണത്തിന് ഞാനാണ് കാരണക്കാരൻ. ഇതെന്നെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും. ഒരാളെ വിശ്വസിപ്പിച്ച് കൊലപ്പെടുത്തി അതെന്നെ വേട്ടയാടി. ഈ വേദന എന്നും എൻ്റെ ഉള്ളിലുണ്ടാകും.